ജീവിക്കാനും നന്മ ജീവിതത്തിൽ കൂടുതൽ ചെയ്യാനും നന്മയെക്കുറിച്ച് നിരന്തരം ആലോചിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നിസ്സാരവൽക്കരിക്കപ്പെടുന്ന തെറ്റുകൾ എന്ന ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യാനുള്ളത്. ഞാനതിന് നന്മ ചെയ്യാനുള്ള അവസരങ്ങളെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നു എന്ന രീതിയിൽ ഒന്നുകൂടി പോസിറ്റീവായിട്ട് ആലോചിക്കുകയാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് ഓർമ്മിച്ച് ജീവിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായി അമലു സ്വാലിഹാത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ഒരുപാട് വർദ്ധിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന ഒരു ചിന്ത പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊരു വാക്ക് പറയുമ്പോൾ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തേക്കാൾ വിളിച്ചു വിളിക്കാനും അത് സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകളെ തെറ്റായി കാണാനും തിരസ്കരിക്കാനും വർജിക്കാനും നന്മകളെ കൂടുതൽ ബോധപൂർവം ചെയ്യാനുമുള്ള ഒരു തൗഫീഖ് നമുക്കേവർക്കും നൽകുമാറാകട്ടെ. പുണ്യമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ചും ബറക്കത്തിനെ തേടുന്ന ദുആ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. റമളാൻ മാസം ഞങ്ങൾക്ക് നീ അടുപ്പിച്ചു തരണമേ. ആ റമളാൻ മാസത്തിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും അതിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിക്കാനും പകലുകളിൽ നോമ്പ് നോക്കാനും അതിന്റെ രാപ്പകലുകളെ വിശുദ്ധമായ ഖുർആന്റെ പാരായണം കൊണ്ട് ധന്യമാക്കാനും നിങ്ങൾ അനുഗ്രഹിക്കണേ നാഥ എന്ന് പ്രാർത്ഥന പറയും. ശഅബാൻ അതിനെ നനച്ചു കൊടുക്കുകയും റമളാൻ ആ നന്മയുടെ വിളവെടുക്കുകയും ചെയ്യേണ്ട മാസമാണെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്താറുണ്ട്. പഴയ പ്രായം ചെന്ന ആളുകൾ റജബ് മാസത്തിലെ റമളാനിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. റമളാൻ മാസം തുടങ്ങിയിട്ടാണ് സാധാരണ നമ്മൾ നന്നാവാൻ ശ്രമം നടത്താറുള്ളത്. അപ്പോഴേക്ക് റമളാൻ 1ഉം 2ഉം 10 കഴിഞ്ഞിട്ടുണ്ടാകും. 3ാമത്തെ 10ന് നമ്മളൊക്കെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് റമളാൻ പലപ്പോഴും ഉപകാരപ്പെടാതെ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് ഉപകാരപ്പെടാതെ പോകാറുണ്ട്. റജബിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് ആലോചിക്കാനും ഓർമ്മിക്കാനും സാധിക്കണം. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ബറക്ക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ മുഅ്മിനിന്റെ ജീവിതത്തിൽ? ബറക്കത്ത് എന്ന് പറയുന്ന, നമ്മൾ നിരന്തരമായി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുന്നു. കച്ചവടത്തിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ, വാഹനത്തിൽ, വീട്ടിൽ തുടങ്ങി എല്ലാറ്റിലും അള്ളാഹുവിന്റെ ബർക്കത്തിനെ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കേണ്ടവനാണ് മുസ്ലിം. നമ്മൾ പലപ്പോഴും അത് ഫീൽ ചെയ്യുന്നു. ബർക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളർച്ചയാണ്, നിരന്തരമായ നന്മയാണ്, നന്മ നിലനിൽക്കലാണ്, ഒരു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യനുണ്ടാകലാണ്, ആർത്തി തോന്നാതിരിക്കലാണ്, നഷ്ടപ്പെടുമോ എന്ന ഭയമില്ലാതിരിക്കലാണ്, ഒരു സുഖവും സന്തോഷവും ലഭിക്കലാണ്. വീടിന്റെ ബർക്കത്താണെങ്കിൽ വീട്ടിൽ താമസിക്കാൻ ഒരു സന്തോഷം. അത് വലിയ മാർബിളിന്റെ വലിയ കൊട്ടാരങ്ങളാകണമെന്നില്ല, ചെറിയ വീടാണെങ്കിലും മസ്കൻ എന്ന് പറയുന്നുണ്ട്. ഉമിൻ ആയാതിഹി
അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വീട്, കുടുംബം, അല്ലാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയത് സക്കൻ എന്ന പദം സുക്കൂൻ, ശാന്തി തേടി അടങ്ങാൻ കഴിയുന്നതാകണം വീട്. എത്ര ചെറുതാണെങ്കിലും അവിടെ പോകുമ്പോൾ സന്തോഷമുണ്ട്. ചില ആളുകൾ വീടെടുത്ത് എത്ര വീട് പണി കഴിച്ചാലും പണി തീരൂല. ചില ആളുകളുടെ വാക്കിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നു. പറഞ്ഞാൽ എല്ലാവരും കേൾക്കും, ഒരു പ്രശ്നം തീരും. ചില ആളുകളുടെ വാക്കിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കുന്നില്ല. ചില ആളുകൾ ഒന്ന് സംസാരിച്ച് 1-2 മിനിറ്റ് ആകുമ്പോഴേക്ക് പ്രശ്നമാണ്, എല്ലാവരോടും കുഴപ്പമുണ്ടാക്കാൻ. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാളുകളോളം നിലനിൽക്കുന്നു. അതിന്റെ നന്മകൾ ആളുകൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകളുടെ പ്രവർത്തനം എപ്പോഴും ഫിത്നയാകുന്നു, എപ്പോഴും പ്രയാസമാകുന്നു, എപ്പോഴും ഒരുപാട് ആളുകളുടെ തമ്മിലടിക്കാൻ അത് കാരണമാകുന്നു. ഒരുപാട് ആളുകൾ, കുടുംബങ്ങൾ, നാടുകളിൽ തമ്മിലടിക്കാൻ പ്രശ്നമുണ്ടാകുന്നു. അല്ലാഹു അമലുകളിൽ ബർക്കത്ത് ചെയ്യുന്നു, ബർക്കത്ത് ചെയ്യാതെ പോകുന്നു. ആരോ മക്കളിൽ നല്ല സന്തോഷം നൽകുന്ന മക്കൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, വളരെ ചിലപ്പോൾ നിസ്കരിക്കുന്നേ ഇല്ല. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പെട്ടെന്ന് 4 റക്അത്തൊക്കെ 2 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ടൊക്കെ നിസ്കരിച്ച് തീർത്തിട്ടൊക്കെയാണ് നിസ്കരിക്കുന്നത്. ബാക്കി സമയം മുഴുവനും ആർത്തിയോടെ സമ്പത്തിന്റെ പിന്നാലെ ഓടുകയാണ്. പലപ്പോഴും അത് ഉപകരിക്കൂല. മക്കൾ അതിനുവേണ്ടി അത് അധ്വാനിച്ച ആളെ കൊല്ലുന്നു, മക്കളത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര മാതാപിതാക്കൾ തങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് തന്റെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി, തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മക്കൾ എത്ര മാതാപിതാക്കളെ കൊല ചെയ്യുന്നു. ചില ആളുകൾക്ക് ആശുപത്രിയിൽ കൊണ്ട് നിരന്തരമായി ചെലവഴിക്കേണ്ടി വരുന്നു, ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. ചില ആളുകൾക്ക് എത്ര സമ്പത്തുണ്ടായാലും ജീവിതത്തിൽ സന്തോഷമില്ലാതെ പോകുന്നു. സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യാൻ നിരന്തരമായി മനുഷ്യന് ദുആ ചെയ്യേണ്ടി വരുന്നു. തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് അധ്യാപനങ്ങളിൽ നിരന്തരമായി ഓർമ്മപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഭക്ഷണത്തിൽ ബർക്കത്തിനെ ചോദിക്കുക എന്നത്. മനുഷ്യന് ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവുക എന്നത് ഒരുപാട് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, എപ്പോഴും സന്തോഷകരമായി ഭക്ഷണം കഴിക്കാൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം കഴിച്ച് ഒരു റാഹത്ത് തോന്നാൻ, ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയുണ്ടാകാൻ. ചിലപ്പോൾ നല്ല മുതലാളിമാരായിരിക്കാം, നല്ല പണം ഇതൊക്കെ ഉണ്ടാകാം, പക്ഷെ വെള്ളം നിയന്ത്രിച്ചിട്ടുണ്ടാകും. ഒരു ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറ്റുള്ളൂ. പഞ്ചസാര തൊടാൻ വരാവുന്ന സാഹചര്യമാണ്. അല്ലാഹു നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ആയുസ്സിലും നമ്മുടെ വീടുകളിലും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ പറയാൻ കാരണം മനുഷ്യൻ അവന്റെ ജീവിതത്തെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യം, ഗൗരവമായി നമ്മൾ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ, ഇസ്ലാമികമായ ജീവിതത്തെ കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് മനുഷ്യന് ഈ ഒരു അവസ്ഥയുണ്ടാകുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ബറക്കത്ത് വളരെ പ്രധാനമായി തഖ്വയുമായി ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ജീവിതത്തിലെ സൂക്ഷ്മതയുമായി ബന്ധപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹനാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്.
വലാകിൻ കദ്ദബൂ ബിആയാതി റബ്ബിഹിം ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു ഗ്രാമവാസികൾ വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു പ്രദേശത്തുകാർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹ് എന്ന കോൺഷ്യസ്നെസ്സോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, തഖ്വ എന്ന് പറയുന്നത് പടച്ചവനെ പേടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പടച്ചവനെ പേടിച്ചിട്ട് പള്ളിയേക്ക് പോടി പോകാത്ത ആളുകളുണ്ട്. അള്ളാഹ് എന്ന കോൺഷ്യസ്നെസ് ആണ് മനുഷ്യനാവശ്യം. അള്ളാഹ് എന്ന ബോധമാണ് മനുഷ്യനാവശ്യം. അള്ളാഹ് എന്ന ഇഷ്ടമാണ് ആവശ്യം. അള്ളാഹു ഇഷ്ടപ്പെടേണ്ടവനാണ്. അള്ളാഹു മനുഷ്യന്റെ ഒരു താല്പര്യം പോലെ, ആഗ്രഹം പോലെ, ഒരു ലിഖാഇനെ ആഗ്രഹിക്കുന്ന പോലെ മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഈമാനിനെ ഇഷ്കുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് മനുഷ്യന് ആ ഒരു കോൺഷ്യസ്നസ് ഉണ്ടാവുക, ബോധമുണ്ടാവുക. അതിനുവേണ്ടി എന്തു പ്രയാസങ്ങളും സഹിക്കാൻ, എന്തു മോഹങ്ങളും ഉപേക്ഷിക്കാൻ, എന്ത് വിഷമങ്ങളും സഹിക്കാൻ താല്പര്യമുണ്ടാകും. ഇഷ്ടപ്പെടുമ്പോഴാണ് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ ആർജിക്കാൻ മനുഷ്യ സമയം കണ്ടെത്തുക. ചൂടുണ്ടാകാം, പക്ഷെ നട്ടുച്ച വെയിലില് 5 ഓവർ ഫീൽഡ് നിന്നിട്ട് ഒരൊറ്റ ബോളും തന്റെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിലും നമ്മൾ 6ാമത്തെ ഓവറും ഫീൽഡ് എടുക്കും. കാരണം അപ്പൊ അതിനോട് നല്ല താല്പര്യമുണ്ട്. കളിയോട് മനുഷ്യന് നല്ല താല്പര്യമുണ്ട്, ഇഷ്ടമാണ്. നട്ടുച്ചക്ക് വേറെ എവിടെയെങ്കിലും നമ്മളെ ഇരുത്തിയാൽ ചൂടെടുത്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോവും. താല്പര്യം കുറവാണ്. ഒരു കാര്യത്തോട് താല്പര്യമുണ്ടാകുമ്പോഴാണ്. നല്ല മഴയത്ത് ബൈക്കിൽ കോട്ടൊന്നുമിടാതെ ചില ആളുകൾക്ക് സഞ്ചരിക്കാൻ താല്പര്യമാണ്. അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ മഴ കൊള്ളാൻ പോകുന്നു. ഉമ്മ പറയുന്നു മഴ കൊണ്ടാൽ പനി പിടിക്കും. അല്ല, എനിക്ക് മഴയെ ഇഷ്ടമാണ്. അള്ളാഹു ഇഷ്ടപ്പെടേണ്ടവനാണ്. അള്ളാഹുവിനെ ആ ഒരു അത്തഖവ്, അള്ളാഹ് എന്ന ഒരു കോൺഷ്യസ്നസ് മനുഷ്യനുണ്ടാകുമ്പോഴാണ് വത്തഖവ് അവന്റെ ജീവിതത്തെ കൃത്യമായി സൂക്ഷ്മതയിൽ കൊണ്ടുവരുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ സമയബന്ധിതമായി നമുക്ക് നൽകാം ഇൻഷാ അല്ലാഹ്. മനുഷ്യന് ആ ഒരു ബോധമുണ്ടെങ്കിൽ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. എന്തേ പറയാതിരുന്നെന്ന് ചോദിക്കുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് തന്ന വേദന, ഹബീബായ അള്ളാഹു നൽകിയ വേദനയെക്കുറിച്ച് ഞാൻ എന്തിനാ പരാതി പറയുന്നത്? ആള് തല്ലി, ബാപ്പ തല്ലി, രണ്ടും വ്യത്യസ്തമായ രീതിയിലാ പറയാം. ബാപ്പ മകനടിച്ചാലും നാട്ടുകാർ മകനടിച്ചാലും വ്യത്യസ്തമായ രീതിയിലാണ് പറയാം. മറ്റു ബാപ്പയാണ് അടിച്ചത്, ഇഷ്ടത്തോടെ കിട്ടിയതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ആ ഒരു അവസ്ഥയെ, അള്ളാഹു നൽകിയ ഇതിന്റെ ഒരു അവസ്ഥയെ ഏത് രീതിയിൽ കാണണമെന്ന് പോലും തഖ്വ മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. صدق الله العلي العظيم. അല്ലാഹു ഒരു ഉദാഹരണം പറയുന്നു, ഒരു ഗ്രാമത്തിന്റെ ഉദാഹരണം. ഖറിയ കാനത് ആമിന മുത്മഇന്ന, നിർഭയമായ ശാന്തിയോടെ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ ഉദാഹരണം പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. കാനത് ആമിന മുത്മഇന്ന, നിർഭയമാണ്, വളരെ ശാന്തമാണ്, ഭയപ്പെടാനൊന്നുമില്ലാത്ത ഗ്രാമം. യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. ആ ഗ്രാമവാസികൾക്ക് അല്ലാഹു എല്ലാ അനുഗ്രഹവും നൽകിയിട്ടുണ്ട്. അവരുടെ ഭക്ഷണം ചെക്കുകളായി, ഡ്രാഫ്റ്റുകളായി അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് റിസ്ക് നൽകിയിട്ടുണ്ട്. നല്ല വീടുകൾ, നല്ല വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, നല്ല സുഖസൗകര്യങ്ങൾ, നല്ല ജീവിതോപാധികൾ, എല്ലാം കൊണ്ടും ഐശ്വര്യ സമ്പൂർണമെന്ന് വിളിക്കാവുന്ന ജീവിതം നൽകപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാഹ്. അല്ലാഹുവിനോട് നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നു. ഇസ്ലാം എന്ന സബ്മിഷൻ അവന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു.
അവളുടെ ജീവിതത്തിൽ നകന്നു പോകുന്നു. ഫകഫറത് ബിഅൻഉമില്ല ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അല്ലാഹു ജീവിതത്തിലെ ബർക്കത്ത് എടുത്തു കളയുന്നു. അല്ലാഹു വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നു. അല്ലാഹു ഭയം കൊണ്ട് പരീക്ഷിക്കുന്നു. എല്ലാറ്റിനോടും മനുഷ്യനൊരു ഭയം തോന്നുന്നു. ജീവിതത്തിൽ വളരെ പ്രയാസകരമായി അനുഭവപ്പെടുന്നു. ജീവിതം ലീഖുൽ ഐഷ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. എല്ലാമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ പോകുന്നു. ജീവിതത്തിലൊന്നും പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യന് ഈ ഒരു അവസ്ഥയുണ്ടാകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നമ്മുടെ വിഷയം വളരെ പ്രധാനമാകുന്നത്. നമ്മൾ തെറ്റുകളെ നിസ്സാരമായി കാണുകയും നന്മകളെ ജീവിതത്തിൽ നിന്ന് തട്ടിമാറ്റുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം മനുഷ്യന് നിരന്തരമായി അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാലത്താണ് ജീവിക്കാൻ നമുക്ക് അവസരം നൽകിയത്. അല്ലാഹു നമുക്ക് നൽകിയ അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിന് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. മുസ്ലിം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായും അല്ലാഹുവിന് സബ്മിറ്റ് ചെയ്യുന്നവനാണ്. സർട്ടിഫിക്കറ്റിന്റെ കോളത്തിൽ പേരെഴുതി വെച്ചവരോ, സംവരണം കിട്ടുന്നവരോ, സ്കോളർഷിപ്പ് കിട്ടുന്നവരോ, ആളുകൾ പറയാറുണ്ട് ബാപ്പയും അമ്മയും മുസ്ലിമായതിന്റെ പേരിലോ മാത്രം കിട്ടുന്നതല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം അള്ളാഹുവിന് നമ്മെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ്, നമ്മെ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ശ്വാസവും ഉച്ഛ്വാസവും അനക്കവും അടക്കവും എല്ലാം ജീവിതത്തിലെ സകല കർമ്മങ്ങളും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ പ്രതിജ്ഞ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പൂർത്തീകരണം എങ്ങനെയാണെന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ നമസ്കാരം, എന്റെ മറ്റു ആരാധനകൾ, എന്റെ ശ്വാസവും എന്റെ ഉച്ഛ്വാസവും എന്റെ അനക്കവും എന്റെ അടക്കവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജീവിതത്തിൽ ഒരു നമസ്കാരം പോലും അള്ളാഹുവിന് കൊടുക്കാൻ കഴിയാതെ നമ്മുടെ മനസ്സ് പോലും മലീമസമായി പോയിരിക്കുകയാണ്. തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുകയും നന്മകളെ ചെയ്യാനുള്ള അവസരങ്ങളെ മുഴുവനും നിഷേധിക്കുകയും ചെയ്യുന്ന കേവലം ചടങ്ങുകൾ മാത്രമായി ഇസ്ലാമിക ജീവിതം മാറി മറിയുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ടുള്ള പ്രയാസമാണത്. അള്ളാഹുവിനു വേണ്ടി ശ്വാസവും ഉച്ഛ്വാസവും അനക്കവും അടക്കവും ജീവിതത്തിന്റെ അഖില നിമിഷങ്ങളും മനുഷ്യൻ മാറ്റിവെക്കുക എന്ന് പറയുന്നത് 24 മണിക്കൂറും മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതോ നിസ്കാരകുപ്പായിട്ടിരിക്കുക എന്നുള്ളതോ തസ്ബീഹ് ചൊല്ലി നടക്കുക എന്നോ അല്ല. ഇവിടെയാണ് ഈ നിസ്സാരവൽക്കരണത്തിന്റെ ഒരു ബോധം നമുക്കുണ്ടാകേണ്ടത്. ബോധപൂർവം ജീവിക്കുക എന്നതാണ്. മനുഷ്യന്റെ ശ്വാസവും ഉച്ഛ്വാസവും എല്ലാ നിമിഷവും അള്ളാഹുവിന് വേണ്ടിയാകാനുള്ള ഒരു സാഹചര്യം മനുഷ്യന് നൽകി. എന്നിട്ട് ഒരുപാട് അവസരങ്ങൾ അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ തുറന്നു തന്നു. ആ അവസരങ്ങളിലൂടെ മനുഷ്യൻ ഏതു രീതിയിലാണ്, ഇത് മുഴുവനും മനുഷ്യന്റെ മുമ്പിലെ ഓഫറുകളാണ്. എല്ലാം മനുഷ്യന്റെ മുമ്പിൽ ഓഫറായിട്ട്. നമ്മളൊക്കെ അങ്ങനത്തെ ഒരു ലോകത്തെ ജീവിക്കുന്നത്. ഓഫറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ബോധപൂർവം ജീവിക്കാൻ അള്ളാഹു മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. ഓരോ നിമിഷവും നിസ്കരിക്കൽ മാത്രമല്ല, മനുഷ്യന്റെ മലമൂത്ര വിസർജനം പോലും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ ഒരു അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യുന്നത് പോലും നിസ്സാരവൽക്കരണം അവിടെ തുടങ്ങുകയാണ്. ചെരുപ്പ് ധരിക്കാൻ പറഞ്ഞു, തലമറക്കാൻ പറഞ്ഞു. എത്ര അദബുകൾ മനുഷ്യനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് ഉറങ്ങാൻ പോകുന്നത് മുതൽ ഉറങ്ങി എഴുന്നേറ്റ് ഒരു പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്ത് ഒരു ദിവസം അവസാനിപ്പിക്കുന്നത് വരെ മനുഷ്യൻ എന്തെല്ലാം സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങൾ മുഴുവനും മനുഷ്യന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ഈ സാഹചര്യങ്ങളെ അവൻ അനുകൂലമാക്കണോ അവന് പ്രതികൂലമാക്കണോ എന്ന് ഓരോരുത്തരും ഓരോ ദിവസവും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സംഗീതമാണ് നമ്മെ ഉറക്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സംഗീതമാണ്. നമ്മളൊരു പുതു ദിവസത്തെ നമ്മുടെ അലാം ബെല്ല് പോലും സംഗീതമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയെ മറക്കേണ്ടി വരുന്നു. നിസ്സാരവൽക്കരിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. ഒരു പുതിയ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അള്ളാഹ് എന്ന കോൺഷ്യസ്നെസ് അവിടെയാണ് വരുന്നത്. അള്ളാഹ് എന്ന ബോധം അവിടെയാണ് വരുന്നത്. അള്ളാഹ് എന്ന ഓർമ്മ അവിടെയാണ് വരുന്നത്. മനുഷ്യന്റെ ജീവിതത്തെ ദിക്റുള്ളയെ ബന്ധിപ്പിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നതാണ്. ദിക്റുള്ള എന്ന് പറയുന്നത് കേവലമായി ദിക്റുകൾ ചെല്ലുക എന്ന് മാത്രമല്ല, ദിക്റുകൾ ചെല്ലാൻ മനുഷ്യനോട് നിരന്തരമായി പറഞ്ഞിട്ടുണ്ട്. അവന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ദിക്റുകൾ ചെല്ലാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദിക്ർ എന്നത് റിമെമ്പറൻസ് കൂടിയാണ്, ഓർമ്മയാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ അറിയാതെ ഓർമ്മ വരുന്നു.
അതിന് അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, നിങ്ങളുടെ അലാം ബെൽ ആക്കി മാറ്റാനുള്ള അവസരമുണ്ട്. പക്ഷെ നിങ്ങളെ വിളിച്ചുണർത്തുന്നത് പുതിയ ജീവിതത്തിൽ ത്രസിപ്പിക്കുന്ന സംഗീതമാണ് പലരെയും വിളിച്ചുണർത്തുന്നത്. നമ്മുടെ മൊബൈലുകളിൽ അല്ലാഹു സമ്മതം തന്നു. ഇത് ഹലാലോ ഹറാമോ അല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ഇതുകൊണ്ട് ഹലാലും ഹറാമും ചെയ്യുന്നത്. സൗകര്യപ്പെടുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. കത്തി പോലെയാണ്. പച്ചക്കറി നന്നാക്കാനും ആളെ കുത്തിക്കൊല്ലാനും കത്തി കൊണ്ട് സാധിക്കും. ചെയ്യുന്നവനാണ് അത് നന്മക്കോ തിന്മക്കോ എന്ന് ഉപയോഗപ്പെടുത്തുന്നത്. ഭൂമി ലോകത്തെ എല്ലാ സംഗതികളും, എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യനെ അവനെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിശേഷ ബുദ്ധി നൽകിയിട്ട് അല്ലാഹു പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ ഒരു ബോധത്തോടെ ജീവിക്കാൻ കേവലം ഒരു ഇസ്ലാമികമായി ഒരു കുടുംബത്തിൽ പിറന്നു, ഉമ്മയും ബാപ്പയും മുസ്ലിമായി, സർട്ടിഫിക്കറ്റിൽ ഇസ്ലാമിന്റെ എഴുതി വെച്ച കോളത്തിൽ ഇസ്ലാം എഴുതി വെച്ചിട്ടുണ്ട്, മാപ്പിളയാണ്, സംവരണം കിട്ടാറുണ്ട്, സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. അതല്ല മുസ്ലിമിന്റെ മാനദണ്ഡം, അതല്ല. അടുത്ത ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ജന്മം കൊണ്ട് മുസ്ലിമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ജന്മം കൊണ്ട് മുസ്ലിമായവരാണ് മഹാന്മാർ എന്ന് പറയൊന്നും വേണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ദീനിൽ കൂടിയ ആൾക്കാരാണ്, അന്വേഷിച്ചു കണ്ടെത്തിയവരാണ്. നമുക്കത് ജന്മം കിട്ടിയത് കൊണ്ട് ഇത് ഒരു പഴഞ്ചനാണെന്ന തോന്നൽ പല മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകുന്നു. പലർക്കും വലിച്ചെറിയാനുള്ള താല്പര്യം ഉണ്ടാകുന്നു. കച്ചവടത്തിൽ ഇസ്ലാം നഷ്ടപ്പെടുന്നു, ക്യാമ്പസ് ജീവിതത്തിൽ ഇസ്ലാം നഷ്ടപ്പെടുന്നു, കുടുംബജീവിതത്തിൽ ഇസ്ലാം നഷ്ടപ്പെടുന്നു. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മരിച്ച വീട്ടിൽ ഇസ്ലാം ഉണ്ടാവും, കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ ഇസ്ലാം ഇല്ലാതെ പോകുന്നു. ആളുകൾ എന്തെങ്കിലും വിചാരിക്കോ എന്ന് തീരുമാനിക്കുന്നിടത്ത് ചിലയിടങ്ങളിൽ നമ്മൾ സെക്യുലർ ആകാൻ, ദീനിന്റെ ആ ഒരു സ്വഭാവ രീതി മാറ്റിവെക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നു. ഇസ്ലാമിനെ ജന്മം കിട്ടിയതിന്റെ പേരിൽ വിലയില്ലാതെ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെയാണ് അന്വേഷിച്ചു കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത്. അള്ളാഹ് എന്ന ബോധത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു കൊണ്ടുവരാൻ ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു അവസരം പോലും, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഉപകരണം പോലും അള്ളാഹു നമുക്ക് നൽകി. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുന്നു, അള്ളാഹ് എന്ന ദിക്ർ മനുഷ്യനുണ്ടാകണം. എത്ര നല്ല വീടാണെങ്കിലും ഒരു ചെരുപ്പ് അവിടെ വാങ്ങിയിടാം, കാരണം സുന്നത്താണ്. നല്ല മാർബിളൊക്കെ ഇട്ട വീടുണ്ടാവും. ചില വീട്ടിലൊക്കെ പോയാൽ ബാത്റൂമിൽ ചെരുപ്പുണ്ടാവില്ല. ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ്. അതിന്റെ സാങ്കത്യത്തിലൊക്കെ ഞാനത് ചിലപ്പോൾ അവിടെ ബാക്ടീരിയ കാൽമ തടയുന്നൊന്നും അതുകൊണ്ടല്ല ചെരുപ്പിടാൻ പറഞ്ഞത്. നോമ്പ് നോക്കാൻ പറഞ്ഞത് അത് ഡയറ്റിങ്ങിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ടല്ല. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് ലോകത്തെ സാമ്പത്തികമായ നിർമ്മാർജ്ജനം നടത്താൻ സക്കാത്ത് സംവിധാനത്തിന് സാധിക്കുമെന്നത് കൊണ്ടല്ല. നിസ്കാരം ഒരു എക്സസൈസുമല്ല. അങ്ങനത്തെ ആളുകൾക്ക് ഇബാദത്തിന്റെ സത്ത നഷ്ടപ്പെട്ടു പോകുന്നു. എക്സസൈസിന് വേണ്ടിയിട്ടല്ല നിസ്കരിക്കുന്നത്, അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, താല്പര്യം കൊണ്ടാണ് ചെയ്യുന്നത്. 18 മണിക്കൂർ നോമ്പ് നോക്കുന്ന രാജ്യക്കാരുണ്ട്. കിടന്ന കിടപ്പിൽ അനങ്ങാൻ കഴിയാത്ത ഒരു മനുഷ്യന് പോലും സഹായി ഒളു എടുത്തുകൊടുത്ത് അവന്റെ ബോധം മറഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ മനസ്സിൽ നമസ്കാരം അതിന്റെ നിയ്യത്ത് മുതൽ സലാം വീട്ടുന്നത് വരെ കൊണ്ടുവരണം. അവൻ എന്ത് എക്സസൈസാണ്? അള്ളാഹ് എന്ന ബോധമാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇബാദത്ത്. സമയന വഅതഅന, ഈമാനിന്റെ ഒന്നാമത്തെ പടിയതാണ്. സമയന വഅതഅന, പടച്ചവനെ നീ പറഞ്ഞു ഞാൻ അനുസരിച്ചു. നവാഖിലുൽ വുളൂഇല് പിന്നെന്ന് ഒച്ചുണ്ടാക്കുന്നതിന് മുന്നിൽ കയ്യും കാലും കഴുകുന്നുണ്ട്. എന്ത് യുക്തിയാണുള്ളത് പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. പിന്നിൽ നിന്ന് ഒച്ചുണ്ടായാൽ അവിടെ കഴുകേണ്ട ആവശ്യമില്ല. മലമോ മൂത്രമോ പുറത്തു വന്നാൽ മാത്രം മനുഷ്യൻ അവിടെ കഴുകിയാൽ മതി. ഒളു എടുക്കണം, ഒളു മുറിഞ്ഞു ഒളു എടുക്കണം, മുന്നിലാണ് കഴുകുന്നത്. എന്ത് റീസണാണ് അതിലുള്ളത്? എന്ത് യുക്തിയാണുള്ളത്? സമയന വഅതഅന, ഈമാനാണ്, വിശ്വാസമാണ്, പിൻപറ്റലാണ്. സുന്നത്തുകൾ ഒരുപാട് പറഞ്ഞു. മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ നന്മകളെ വർദ്ധിപ്പിക്കുന്നത് ഇത്തരം കാര്യം തലമറക്കാൻ വേണ്ടി പറഞ്ഞു. നിസ്സാരവൽക്കരിക്കുന്നു നമ്മൾ. ചെരുപ്പ് ധരിച്ച് തലമറച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് ദിക്റു ചൊല്ലി ഇടതുകാലെടുത്തു വെച്ച് മലമൂത്ര വിസർജനത്തിൽ നടത്തുമ്പോൾ അതിലേക്ക് തുപ്പാതെ, വിസർജ്യ വസ്തുക്കൾ നോക്കാതെ, വിസർജ്യ വസ്തുക്കൾ കഴിഞ്ഞ് വൃത്തിയാക്കുന്നത് ആളുകൾ മണക്കുന്നു വിചാരിച്ചിട്ടില്ല. തഹൂർ ഷത്റുൽ ഈമാൻ, ശുദ്ധ ഈമാനിന്റെ പകുതിയാണ് വൃത്തിയാക്കൽ. മനുഷ്യൻ ഈമാൻ കൊണ്ടുവരും. അല്ലാഹുമ്മ തഖ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവായിഷ്. തമ്പുരാനെ എന്റെ ഈമാനെ, എന്റെ മനസ്സിനെ കാപ്പട്യത്തിൽ നിന്നും, എന്റെ ഗുഹ്യാവയവങ്ങളെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്ത്
വലതുകാലെടുത്തു വെച്ച് പുറത്തിറങ്ങി ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വആഫാനി. ഒരു മനുഷ്യൻ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ ഒരു കോൺഷ്യസ്നെസ്സോടുകൂടി, ഒരു ദിക്റുള്ളയോടുകൂടി ചെയ്യുമ്പോൾ നമ്മളതിനെ നന്മയാക്കി മാറ്റാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഒരുപാട് തിന്മകൾ അതിലേക്ക് കടന്നു വരുന്നു. ഒരുപാട് തിന്മകൾ അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ തഖ്വയോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുന്നു. വിസർജ്യ വസ്തുക്കളിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞു, മാലിന്യത്തിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെ മെമ്മറിയെ, നമ്മുടെ ഓർമ്മയെ, അള്ളാഹുവിനെ ഓർക്കാനുള്ള മനസ്സിനെ, നന്മകൾ ഒരുപാട് എടുത്തു വെക്കേണ്ട മനസ്സിനെ, വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സൂക്ഷിച്ചു വെക്കേണ്ട മനസ്സിനെ ഒരുപാട് തരത്തിലുള്ള മലീമസമായ മാലിന്യങ്ങൾ നിറച്ചു വെക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത്. എത്ര മനസ്സുകളിലാണ് നമ്മുടെയൊക്കെ വീഡിയോ ഫയലുകൾ കൂടുതലാണ്. വീഡിയോ ഫയലുകൾ മനസ്സിൽ കൂടുതലാണ്. കണ്ട സിനിമയും ബ്ലൂ ഫിലിമുകളും മോശമായ പിക്ചറുകളും ഗാനരംഗങ്ങളും എല്ലാ മോശമായ ചിന്തകളെയും പ്രേരിപ്പിക്കുന്ന സ്ത്രീരിയലുകളും തമ്മാടിത്തങ്ങളും വളരെ മോശമായ പ്രവണതകളും. നിങ്ങളൊക്കെ മൊബൈലിലെ വീഡിയോ ഫയലിന് സ്പേസ് കൂടുതലല്ലേ? ഓഡിയോ ഫയലിന് കുറച്ച് സ്പേസ് പറയും, വീഡിയോ ഫയൽ. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്നു. മാലിന്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. മാലിന്യങ്ങൾ നോക്കുന്ന മനസ്സ് ഗഫലത്തിലേക്ക് നീണ്ടുപോകുന്നു, അശ്രദ്ധയിലേക്ക് നീണ്ടുപോകുന്നു. പരസ്യത്തിന്റെ ഇടയിലാണ് നിസ്കരിക്കാൻ വരുന്നത്. മനസ്സ് മുഴുവനും മലീമസമാണ്. മോശമായ ദുഷിച്ച ചിന്തകളാണ്, കാഴ്ചകളാണ്. എത്ര പ്രാവശ്യം കണ്ട കാഴ്ചകളുടെ റീപ്ലേ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മാലിന്യത്തിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ മാലിന്യങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സ് മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ നിരവധി ആളുകളുടെ മനസ്സുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധയും അശ്രദ്ധയും മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സും അൺകോൺഷ്യസ് മൈൻഡും വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. മനുഷ്യൻ എന്തുകൊണ്ട് അലസനാകുന്നു? എന്തുകൊണ്ട് നന്മകൾ മറന്നുപോകുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ തിന്മകളിലേക്ക് ആനയിക്കപ്പെടുന്നു? എന്തുകൊണ്ട് തെറ്റുകളെ നിസ്സാരമായി കാണുന്നു? ഒരുപാട് ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളുമായി മനുഷ്യനെ ഇതുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്നു. മനുഷ്യന് എന്തു കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് രണ്ടു സ്ത്രീകൾ തമ്മിൽ ജീവിക്കുന്ന കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്? എന്താണ് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഉപ്പയും മക്കളും തമ്മിൽ തെറ്റുന്നത്? നിങ്ങൾ എന്തു കഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കാണുന്ന സീരിയലിന്റെ സന്ദേശം എന്താണ്? സിനിമയുടെ സന്ദേശം എന്താണ്? ഗാനരംഗങ്ങളുടെ സന്ദേശം എന്താണ്? ഏതു തരത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ചാണ് അതിലെ കഥാപാത്രങ്ങൾ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മലിനമായ വസ്തുക്കളെ മുഴുവനും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവിടെ അശ്രദ്ധ വ്യാപകമാകുന്നു. തെറ്റുകൾ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന നന്മകൾക്ക് റൂഹ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് രാത്രി കുപ്പി പൊട്ടിക്കുകയും രാവിലെ സുബഹിക്ക് ജമാഅത്തിന് വരികയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്നത്. അങ്ങനത്തെ ആളുകളെ കാണാൻ സാധിക്കുന്നു. പലിശ കൊണ്ട് പൂർണ്ണമായി ഇടപെടുകയും ദീനിന്റെ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുന്നത് അതുകൊണ്ടാണ്. വളരെ മോശമായി ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടുകയോ സാമ്പത്തിക ശുദ്ധി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ആളുകൾ ദീനിന്റെ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. ചെയ്യുന്ന ദീനിന്റെ കർമ്മങ്ങളുടെ റൂഹ് നഷ്ടപ്പെടുകയും ഒരു ഭാഗത്ത് തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന അശ്രദ്ധയുടെ മനസ്സുണ്ടാവുകയും ചെയ്യുന്ന മാനസികാവസ്ഥ മനുഷ്യനുണ്ടാകുന്നു. തഖ്വ വളരെ പ്രധാനമാണ്. ചെയ്യുന്ന കാഴ്ചകൾ, കാണുന്ന കാഴ്ചകൾ, ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ്. അല്ലാഹുമ്മ തഖ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവായിഷ്. ഒരു സുന്നത്തിനെ പോലും നിസ്സാരമായി കാണരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യന് ഏറ്റവും കൂടുതൽ എല്ലാവരും പരീക്ഷണം, ലൈംഗികമായി അരാജകത്വം സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകത്തിന്റെ വലിയ ഒരു പരീക്ഷണത്തിന്റെ ലോകത്തിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ബലാത്കാരമായോ അല്ലാതെയോയുള്ള ലൈംഗികമായ പ്രവർത്തനങ്ങൾ മനുഷ്യന് വ്യാപകമാകുന്നു. ഇതിങ്ങനെ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുക, ചർച്ച ചെയ്യുക എന്നത് പോലും ഒരു തരത്തിലുള്ള പ്രയാസകരമായ ഒരു വസ്തുതയാണ്. പക്ഷേ ഏതൊരു വിഷയം മുന്നിൽ വരുമ്പോഴും, ഏതൊരു കുടുംബത്തിന്റെ വിഷയം വരുമ്പോഴും, കുട്ടികളുടെ വിഷയം വരുമ്പോഴും വളരെ വ്യാപകമായി മനുഷ്യന്റെ ജീവിതത്തിൽ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടുന്നതായി മനുഷ്യന് അനുഭവപ്പെടാൻ സാധിക്കുന്നു. എല്ലായിടത്തു നിന്നും ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ചെറിയ ചെറിയ ഹാൻഡ് ഷേക്കിനെ പോലും നിസ്സാരമായി കാണുന്നു. ഞാൻ ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്നവരാണ്, ഞാനൊരു കോളേജ് അധ്യാപകനാണ്. എത്ര നിസ്സാരമായിട്ടാണ് പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളെ കാണുന്നതെന്നറിയാം. അത് കേവലം നിങ്ങൾ കൈ കൊടുക്കുമ്പോൾ മാത്രമല്ല, ആ ഒരു സംസ്കാരത്തെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രം കൂടി, സംസ്കാരത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടിയുണ്ട്. ബിഹേവിയറൽ എഡ്യൂക്കേഷനെ കുറിച്ച് ആളുകൾ പറയും. ബിഹേവിയറൽ എഡ്യൂക്കേഷനെ കുറിച്ച്, അഥവാ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു പാഠം പഠിക്കുന്നുണ്ട്, അവന്റെ ജീവിതത്തിൽ നിന്ന് അവ അധ്യാപനം കിട്ടുന്നുണ്ട്, ചുറ്റുപാടുകളിൽ നിന്ന് അധ്യാപനം കിട്ടുന്നുണ്ട്. പ്രഭാഷണങ്ങളിൽ നിന്ന് പോലുമല്ല അധ്യാപനം സ്വീകരിക്കപ്പെടുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നാണ്, ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നാണ്, അവന്റെ ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്നാണ്, അവൻ ഇടപഴകുന്നവരിൽ നിന്നാണ്, അവൻ കാണുന്ന മാതൃകാ വ്യക്തിത്വങ്ങളിൽ നിന്ന് ആളുകൾ നന്മ പഠിക്കുന്നത്. ലോകത്ത് ഇന്ന് വരെ അങ്ങനെയാണ് ലോകത്ത് പ്രബോധനം ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്താൽ മതിയായിരുന്നു. അള്ളാഹു ഗ്രന്ഥങ്ങളുമായും അല്ലാതെയും പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, പ്രവാചകന്മാർക്ക് പിൻഗാമികളെ പറഞ്ഞയച്ചു. താബികളും താബിയങ്ങളുമായി ലോകത്ത് ഇന്ന് വരെ ആളുകൾ വന്നു. ആളുകൾ നിരന്തരമായി ഏത് വിഷയം വരുമ്പോഴും ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. ആര് പറഞ്ഞു എന്നത് വളരെ പ്രധാനമാണ്. ആര് പറഞ്ഞു എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതയാത്രകളിൽ മുഴുവനും ഏതൊരു വിഷയവും ലോകത്ത് എന്തു പറഞ്ഞു എന്നതിന് 2ാം സ്ഥാനമാണ് കൊടുത്തത്. എന്തു പറഞ്ഞു എന്നതിന് 2ാം സ്ഥാനമാണ്. ആരാ പറഞ്ഞത്? ഇന്നലെ രാത്രി കഅബ ഷരീഫിൽ ഉറങ്ങിക്കടന്റെ അടുത്ത് ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി വിളിച്ചുണർത്തപ്പെട്ട് ഒരു പ്രത്യേകമായ വാഹനത്തിൽ കൊണ്ടുപോയി ഒറ്റ രാത്രി കൊണ്ട് കഅബ ഷരീഫിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7ാം ആകാശത്തേക്കും പോയി രാത്രി ആ ഒരൊറ്റ രാത്രിയിൽ അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്ന ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ഓർമ്മകൾ ഈ റജബിന്റെ മാസം നമ്മിലേക്ക് കൊണ്ടുവരുന്നു. അള്ളാഹുവിനെ കണ്ട് 7ാം ആകാശത്തിന്റെ അപ്പുറം പോയി നാഥനെ കണ്ട് സംഭാഷണം നടത്തി. ഒരുപാട് ജീവിതത്തിന്റെയും മരണത്തിന്റെയും സത്യങ്ങളെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ ലഭിച്ചു. തിരിച്ചു വന്നു, നമസ്കാരം സമ്മാനമായി സ്വീകരിച്ചു മസ്ജിദുൽ അഖ്സയിലെത്തി. അവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിലെത്തി. അപ്പോഴും നേരം വെളുത്തിട്ടില്ല. 1 മാസത്തിന്റെ വഴി ദൂരമുണ്ട്. വാഹനങ്ങൾ പോലും, നാട്ടിലിറങ്ങാൻ തുടങ്ങിയിട്ടുള്ള ചക്രങ്ങൾ പോലും കണ്ടുപിടിക്കുന്നേ ഉള്ളൂ മനുഷ്യൻ. ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു. ആളുകൾക്ക് സന്തോഷമായി. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, ഭ്രാന്താണ്, തലക്ക് സുഖമില്ലായിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്, അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞതാണ്. ഇപ്പൊ കണ്ടില്ല, 1 രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറയുന്നു. 1 മാസത്തെ വഴി ദൂരമുണ്ട് മസ്ജിദുൽ അഖ്സയിൽ തന്നെ പോകാൻ. നിന്റെ മുഹമ്മദ് അങ്ങനെ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? എങ്കിലത് സത്യമാണ്. എന്താ പറഞ്ഞതെന്നതല്ല പ്രധാനം, ആര് പറഞ്ഞു എന്നത് പ്രധാനമാണ്. നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന പ്രതലത്തിൽ ഇസ്ലാമികമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകൾ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ചരിത്രത്തിലൂടെ അങ്ങനെയാണ്. കണ്ണീത്തുസ്താദ് പറഞ്ഞോ എന്ന സത്യമാണ്. ആളുകൾ ഖുർആനും സുന്നത്തും നേരിട്ട് റഫർ ചെയ്യല ചെയ്യാം. ഒരു വിഷയത്തിനും ഖുർആനും സുന്നത്ത് പോയിട്ട് നോക്കല ചെയ്യാം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സച്ചരിതങ്ങളായ ജീവിതങ്ങളെ കാണും. ദീൻ അങ്ങനെയാ സമൂഹത്തിൽ പ്രചരണം ചെയ്യപ്പെടുക. നിങ്ങളുടെ മക്കളിൽ ദീന് നഷ്ടപ്പെടുന്നുവെങ്കിൽ, നന്മയെ നിസ്സാരമായി കാണുന്നുവെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിക്കണം. അവർക്ക് ദീനിൽ വളരാൻ സാധിക്കുന്ന ഏത് സാഹചര്യമാണ് ലഭിച്ചത്? ഓടിപ്പോകുന്ന കുട്ടീനെ വിളിച്ചാൽ കുട്ടി പറയും, ഉമ്മക്ക് കരച്ച്. ഉമ്മ സീരിയൽ കാണുമ്പോ കാമുകന്റെ കൂടെ കാമുകിയുടെ അച്ഛൻ വിടാത്തതിന്റെ പേരിൽ കഥന്റെ ക്ലൈമാക്സിൽ കാമുകന്റെ കൂടെ കാമുകിയുടെ അച്ഛൻ കാമുകയെ പറഞ്ഞയക്കാത്തതിന്റെ പേരിൽ ഉമ്മ ഇരുന്ന് കരയാണ്. അപ്പൊ മോളെന്താ വിചാരിക്കാൻ, ഞാനും എന്റെ കാമുകന്റെ കൂടെ പോയിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് കരച്ചിൽ കൂടുതലാവുന്നു. പോവാണ്. സിറ്റുവേഷണൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് കുട്ടിക്ക്. എന്റെ ഉമ്മാക്ക് വിഷമാവും ഞാൻ കാമുകന്റെ കൂടെ പോയിട്ടില്ലെങ്കിൽ എന്ന്. കാരണം ഉമ്മ സീരിയലിൽ ഇരുന്ന് കാണുമ്പോ കരയുണ്ട്. ഉമ്മാക്ക് വിഷമാണ് കാമുകിന്റെ അച്ഛനെ വിടാത്തതിന്റെ പേരിൽ. അത് ഒരു സിറ്റുവേഷണൽ എഡ്യൂക്കേഷനാണ്. നിങ്ങൾ കാണുന്ന ഒരു ഗാനം പോലും നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളും കുട്ടികളും ഒക്കെ പാടെ കാണുമ്പോ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ നിസ്സാരമാണെന്ന ബോധവൽക്കരണം അബോധ മനസ്സിൽ പോലും കടന്നു വരികയാണ്. അപ്പൊ മോള് ചിന്തിക്കുക, എന്താ കൈകൊണ്ട് നമ്മളൊക്കെ എത്രയോ കുട്ടികളെ കണ്ടിട്ടുണ്ട്. എന്റെ ഫാദർ മദറൊക്കെ ഭയങ്കര റിലീജിയസ്, ഞാൻ അത്ര റിലീജിയസ് ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് ഹായിഡ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്ന കുട്ടികളെ കാണാറുണ്ട് ക്യാമ്പസിൽ. നല്ല ദീനിയായിട്ട് മാന്യമായി ജീവിക്കുന്ന കുട്ടികളെ കാണാൻ. ഞാൻ പറഞ്ഞ ക്യാമ്പസിൽ പോകുന്ന കുട്ടികൾ കൂടെ മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം രാത്രി ഉറങ്ങിയപ്പോ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ക്യാമ്പസുകളിൽ വളരെ സച്ചരിതരായി ഇബാദത്ത് ചെയ്യുന്ന, ദഅവാ പ്രവർത്തനം ചെയ്യുന്ന കുട്ടികളെ കാണാറുണ്ട്. വീട്ടിലിരുന്നാൽ നന്നാവുന്നോ കോളേജ് ക്യാമ്പസിൽ പോയാൽ മോശമാവുന്നോ, രണ്ടും എനിക്ക് അഭിപ്രായമില്ല. മനുഷ്യൻ നന്നാവലാണ് പ്രധാനം. ഞാൻ പറയുന്നത്, മനുഷ്യന്റെ ജീവിത പ്രക്രിയയിൽ നിസ്സാരമായ ഒരു കാര്യത്തെ കാണാൻ തുടങ്ങുമ്പോൾ
മനുഷ്യന്റെ ജീവിതത്തിൽ ലൈംഗികത ഒരു വിഷയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാഴ്ചകൾ വളരെ പ്രധാനമായി കാണുന്നു. പ്രവർത്തനങ്ങളിൽ, ഇടപഴക്കങ്ങളിൽ ഈ നിസ്സാരതകൾ മനുഷ്യന് കടന്നു വരുന്നു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ പിന്നെ നിരന്തരമായ കാഴ്ചകളും. ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ജിഹാദാണ്, വെല്ലുവിളിയാണ്. ഏറ്റവും വലിയ ജിഹാദാണ്, വെല്ലുവിളിയാണ്. ചെറിയ കുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളരെ വ്യാപകമായി ഇതിന്റെ പിടിയിലകപ്പെടുന്നു, ചൂഷണങ്ങളിലകപ്പെടുന്നു. എവിടെയാണ് നിസ്സാരവൽക്കരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കാൻ കഴിയണം. അത് കുട്ടികളല്ല, അത് പ്രശ്നമല്ല എന്ന് ഒരു വിഷയത്തെ കാണുമ്പോൾ കണ്ണിന്റെ കാഴ്ച സിനയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്ത് നഷ്ടപ്പെടും ഇപ്പുറത്ത്. അസ്സിനാ തൂരിസുൽ ഫഖർ, അസ്സിനാ തൂരിസുൽ ഫഖർ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരം മനുഷ്യനിൽ ഫഖർ കൊണ്ടുവരും, ദാരിദ്ര്യം കൊണ്ടുവരും. മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, മനുഷ്യൻ ഉപയോഗിക്കുന്ന മൊബൈൽ, ഏതെല്ലാം തരത്തിലാണ് മനുഷ്യന്റെ സ്വഭാവങ്ങളെയും ജീവിത രീതികളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഉപയോഗിക്കാൻ നാം പഠിച്ചിട്ടുണ്ടോ എന്ന് ഓരോ സമയത്തും ആലോചിക്കാൻ സാധിക്കണം. ഇതിനെ നിയന്ത്രിക്കാൻ നാം പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമിന് മുസ്ലിമാകാനുള്ള ഒരു ജീവിത സാഹചര്യമുണ്ട്. ആ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കുറച്ച് നിസ്കരിച്ചിട്ട് കഴിയെങ്കിൽ കുറച്ച് ഖുർആൻ ഓതിയിട്ട് പിന്നെ തോന്നിയതുപോലെ നടക്കുക എന്നതല്ല മുസ്ലിമിന്റെ ജീവിത സാഹചര്യം മുസ്ലിമിനെ ബോധ്യപ്പെടുത്തുന്നത്. നേരെ മറിച്ച് ഈ ഒരു കോൺഷ്യസ്നെസ്സോടുകൂടി ചെറുതും വലുതുമായ കാര്യങ്ങളിൽ മുഴുവനും ചെയ്യാനുള്ള നന്മകളെ മുഴുവനും ചേർത്തെടുത്ത് തിന്മകളെ വിഭാവനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ്. ഭക്ഷണം കഴിക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാലോചിച്ചു എത്ര ആളുകൾ ബിസ്മില്ലാഹി ഉണ്ടാവും, എത്ര ആളുകൾ കൈ കഴുകിയിട്ടുണ്ടാകാം, എത്ര ആളുകൾ അൽഹംദുലില്ലാഹ് ചൊല്ലിയും, എത്ര ആളുകൾ ആ ഭക്ഷണം പൂർണ്ണമായി വൃത്തിയായി കഴിച്ചു. ഇദാ സഖത്തത് ലുഖ്മത്തു അഹദിക്കും ഫൽയുമിത് അൻഹൽ അദാ ഫൽയകുൽഹാ വലാ തദഅഹാ ലിശൈത്താൻ വലാ തദഅഹാ ലിശൈത്താൻ ലിഅന്നകും ലാ തദ്റൂന ഫി അയ്യി തആമികുൽ ബറക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ബിസ്ക്കറ്റ് താഴെ വീണാൽ പോട്ടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ്, ഒരു ചിപ്സിന്റെ കഷ്ണമോ ഒരു പിടി ഭക്ഷണമോ താഴെ വീണു പോയാൽ നമ്മളത് എടുക്കൂല, അത് വേസ്റ്റിലിടും. അതിനുവേണ്ടി മാത്രം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. നാൽപ്പത് തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള സുഖ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടാകാം. പക്ഷേ അല്ലാഹുവിനോട് തിരിച്ചു ധിക്കാരം നടത്താൻ, മോശമായ രീതിയിൽ ഇതിനെ പെരുമാറാൻ, ഭൂമി ലോകത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ മറന്ന് ജീവിക്കാൻ അല്ലാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ഭക്ഷണം നമ്മുടെ മുമ്പിലെ മനുഷ്യന്റെ മുമ്പിൽ ഓഫറാണ്. ഒരു രീതി, ഒരു മനുഷ്യൻ ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് തിരിച്ചുപോയ ഒരു മുസ്ലിമായ സഹോദരൻ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ മുസ്ലിമാണ്. എന്തേ? നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തു. അല്ല, ഐ ലൈക്ക് ദ വെരി സ്റ്റൈൽ ഓഫ് ദ ഡൈനിങ്. അവർ ഭക്ഷണം കഴിച്ച രീതി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി പോയി. മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്താണ്. മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് ദഅവത്താണ്. മുസ്ലിമിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി ദഅവത്താണ്. ആളുകൾ വാരി വലിച്ച് ഒരുപാട് കയ്യിലൊക്കെ കളഞ്ഞ് പല രീതിയിൽ ഒരുപാട് കഴിച്ച സ്ഥലത്തൊക്കെ ഭക്ഷണം വേസ്റ്റായി കഴിയുമ്പോൾ മുസ്ലിം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും അവശിഷ്ടം പോലും ബാക്കിയാവില്ല. ഉമീറന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ നാവിലുള്ളത്, ഞങ്ങളുടെ വിരലിലുള്ള ഭക്ഷണം നാവ് കൊണ്ട് വടിച്ചു കഴിക്കണം. ഇനി മോശം കരുതുണ്ടോ? കരുതാൻ പാടില്ല. പ്ലേറ്റിലുള്ളതിനെ വടിച്ചു കഴിക്കണം. ലിഅന്നകും ലാ തദ്റൂന ഫി അയ്യി തആമികുൽ ബറക. ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കാൻ പൈപ്പിടുകയും ഭക്ഷണം ലായനിയാക്കി പൈപ്പ് കൊണ്ടുതരികയും അത് ഒഴിവാക്കാൻ വേണ്ടി വേറെ പൈപ്പിടുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ മനുഷ്യൻ നേരിടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാകാം ചിലപ്പോൾ. മറ്റു ചിലപ്പോൾ ഭക്ഷണത്തെ നിന്ദിച്ചതാകാം. ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്ത് നിഷേധിക്കുന്നു. കാരണം ഉണ്ടായ സമയത്ത് എല്ലാവിധ ഭാവത്തോടെ തക്കബ്ബുറോടെ കിബറോടെ ജീവിച്ച സമയത്ത് നമ്മൾ ഭക്ഷണം പ്ലേറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിക്കാൻ നമുക്ക് മനസ്സുണ്ടായില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഭക്ഷണത്തിൽ പ്ലേറ്റിൽ വെള്ളമൊഴിച്ച് കുടിക്കുക പോലും ചെയ്യുമായിരുന്നു. ഒരു പിടി ഭക്ഷണം വെറുതെ കളയൂല. ഭക്ഷണം കഴിക്കുന്നത് പോലും വലിയൊരു ഇബാദത്താണ്. ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. എത്ര ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. മുസ്ലിമിന് ചവച്ചരക്കൽ സുന്നത്താണ്.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ്. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഒരു ആരോഗ്യത്തിന്റെ ഭാഗമായി മാറുന്നു. പക്ഷേ അവൻ ദൈവമാണ്, അള്ളാഹുവാണ് അവന്റെ ഈ ഭക്ഷണം ഒരുക്കി തന്നത്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, പങ്കുവെക്കാനുള്ള മാനസികാവസ്ഥ. രണ്ടാളെ ഭക്ഷണം ഒരാൾക്ക് തിന്നാൻ കഴിയില്ല, ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്ക് കഴിക്കാൻ കഴിയും. പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവന്റെ മാനസികാവസ്ഥ, എനിക്ക് വേണ്ട, നീ കഴിക്ക്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. കൊണ്ടുപോയി കൊടുക്കാൻ. നിങ്ങൾ പുതിയൊരു ഭക്ഷണം തയ്യാർ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറി ഒന്ന് കുറച്ച് കൂടുതൽ വെക്കണം. നിങ്ങളുടെ അയൽവാസിക്ക് കൂടി വിളമ്പിയിട്ട് വേണം നിങ്ങളുടെ മക്കൾക്ക് വിളമ്പാൻ. നിങ്ങളുടെ മക്കൾക്ക് ഒരു മിഠായി പൊതി കൊണ്ടുകൊടുക്കുന്നുവെങ്കിൽ അയൽവാസിയുടെ മകന് കൂടി കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ വാങ്ങണം. അല്ലെങ്കിൽ നിങ്ങളത് മറച്ചു പിടിച്ചു കൊണ്ടുവരണം. അയൽവാസിയുടെ മകൻ അത് കാണരുത്, അവനെ വിഷമിപ്പിക്കരുത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം അധ്യാപനങ്ങൾ. നമ്മൾ ഏത് രീതിയിൽ ജീവിക്കുന്നു? ഇനിയും മനുഷ്യന്റെ മുമ്പിൽ ഓഫറാണ്. മനുഷ്യന് എല്ലാവിധ ഫിലോസഫിയും ഭക്ഷണത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്നു. ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിക്കുള്ളൂ, കുറച്ച് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ മുസ്ലിം തലമുറയോട് പറയാൻ പറ്റുമോന്നറിയില്ല. കാരണം സാധാരണ ഭക്ഷണത്തെ കുറിച്ചിട്ട് പറയുമ്പോ കാക്കാമാര് പറയലുള്ളത് നമുക്ക് സിനിമയും കാണാൻ പറ്റൂല, അതും പറ്റൂല. ഇനി ആകെ ഭക്ഷണം കഴിക്കലാണ് നമ്മൾ ആകെയുള്ള ഒരു ആനന്ദം, എന്റർടൈൻമെന്റ്. ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കാം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയരുതെന്നാണ് എല്ലാവരും പറയല്. ഇനി കുറച്ചുകൂടി വേണം എന്ന് പറയുമ്പോൾ നിർത്തണം എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷണത്തോട് സോറി പറഞ്ഞിട്ട് നമ്മളൊക്കെ എണീക്കാൻ. ഇനി എന്നെ കൊണ്ട് വയ്യ, ചിക്കൻ പീസ് ഇനി ഉണ്ടായിരുന്നോ, ഞാൻ നേരത്തെ പറയണ്ട, പായസം ഉണ്ടായിരുന്നോ, നേരത്തെ പറയണ്ട, ഇനി ഗ്യാപ്പില്ല. ഭക്ഷണം നമ്മെ കീഴടക്കുന്നു, മനുഷ്യനെ കീഴടക്കുന്നു. എന്നാൽ ഇനി കുറച്ചുകൂടി തിന്നണം മോഹമുണ്ട്, അപ്പോൾ നിർത്തണം എന്നാണ്. അതൊരു ജിഹാദാണ്. അതുകൊണ്ട് മസിൽ കുറയൊന്നുമില്ല, അതുകൊണ്ട് തടിയും കുറയൂല. ഇനി കുറച്ചുകൂടി വേണമെന്ന് അപ്പൊ നമുക്ക് കൺട്രോളിലാണ്. എണീക്കാൻ സുഖമുണ്ടാവും, ഉറങ്ങാൻ സുഖമുണ്ടാവും. അതിലപ്പുറം നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഇബാദത്ത് ചെയ്യുന്നു. അതിലപ്പുറം മനുഷ്യന് അവന്റെ ജീവിതത്തിൽ നിരന്തരമായി ആവശ്യമായ ഒരു കൺട്രോളിംഗ് പവറിനെ അവൻ ആർജിക്കുന്നു. ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഫിലോസഫി അതാണ്. മനുഷ്യന്റെ ഈ ഭൗതികമായ ലോകം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുന്നിലെ നിരന്തരമായ നിതാന്തമായ ഓഫറുകളാണ്. എല്ലാം മനുഷ്യൻ ആർജിച്ചെടുക്കാനുള്ള മോഹമുണ്ട്. ഒന്ന് വയർ നിറച്ച് തിന്നാനുള്ള മനുഷ്യന്റെ അമിതമായ മോഹം പോലെയാണ് ഭൗതികമായ ലോകത്ത് മുഴുവനും. ഇതൊക്കെ നിയന്ത്രിക്കാൻ മനുഷ്യൻ തീരുമാനിക്കണം. ഇത് തീരൂല. ഓരോ കമ്പനിയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് പറഞ്ഞിട്ട് R&D എന്ന് പറഞ്ഞിട്ട് ഓരോ കമ്പനിക്കും ഉണ്ട്. എത്ര ചാനലുകളാണ്. കുട്ടികൾക്ക് കൊച്ചു TV, കുറച്ചു വലുതായാൽ സ്പോർട്സ് ചാനലും MTVയും കുന്ത്രാണ്ടങ്ങളും, കുറച്ചു വലുതായ വലിയ ആൾക്കാർക്ക് ചർച്ച കാണാൻ ഇഷ്ടം പോലെ, എല്ലാറ്റിലും ചർച്ച. സിനിമാ നാടിലെ രാഷ്ട്രീയക്കാരൻ തൊട്ടിട്ടില്ല, അത് സൂം ചെയ്താൽ നമ്മൾ ഫുള്ള് കുറെ കുപ്പായിട്ട് ചർച്ച ചെയ്യാൻ കുറെ ആൾക്കാർ അവിടെ വരും, നമ്മൾ ഫുൾ ടൈം അതില്. അതിന്റെ ഇടയിലെ സാധു പെണ്ണുങ്ങൾ ഞങ്ങളെ സീരിയൽ നഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കിയിട്ട് അവരും വാങ്ങും. ഇത് തീരൂല. 24 മണിക്കൂറും എല്ലാ ദിവസവും 24 മണിക്കൂറും 10,000-കണക്കിന് ചാനലുകൾ. നമ്മളിതിങ്ങനെ നമ്മൾ തീരുമാനിക്കണം എവിടെ നിർത്തണം, എത്ര കാണണമെന്ന്. 30 മിനിറ്റ് പ്രോഗ്രാം 15 മിനിറ്റ് കാണാനുള്ളൂ, 15 മിനിറ്റ് പരസ്യം കാണണം. എന്നാ പിന്നെ നല്ല പ്രോഗ്രാം ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് കാണാമല്ലോ. എല്ലാ ചാനലുകളും ഇന്ന് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. കാണണം നിർബന്ധമാണ്. ഒരുപാട് ചാൻസുകൾ പഠിച്ചാൽ നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. ഓരോ സാഹചര്യങ്ങളും ചിലത് കാണണോ കാണണ്ടേ തീരുമാനിക്കണം. അസൂയയും കുശുമ്പും വെറുപ്പും, മാതാപിതാക്കളെ എങ്ങനെ പറ്റിക്കാന്ന് മരുമോളെ പഠിപ്പിക്കണ, അമ്മായിമാരെങ്ങനെ മോശമായിട്ട് പെരുമാറുക എന്ന് മരുമോളെ പഠിപ്പിക്കുന്ന, ഇതൊക്കെ എത്തുമ്പോൾ ആ സ്വഭാവങ്ങൾ മുഴുവൻ ജീവിതത്തിൽ വരും. മനുഷ്യൻ തീരുമാനിക്കണം എത്ര കാണണം, എന്ത് കാണണം, ഇത് കാണണോ കാണണ്ടേ. TV തീരുമാനിക്കൂല, റിമോട്ട് കൺട്രോളും തീരുമാനിക്കൂല. റിമോട്ട് മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത്. അതിന് മനുഷ്യൻ പവർ ഉണ്ടാകണം. ഇഷ്ടംപോലെ മൊബൈൽ ഫോൺ വരും, വാഹനം വരും, സാധനങ്ങൾ വരും. ഷോപ്പിംഗ് മാളിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാവും. ഓരോരുത്തരും തീരുമാനിക്കണം എത്ര വാങ്ങണം, ഏത് സാധനം വാങ്ങണം, എത്ര കടം വാങ്ങിയിട്ട് എത്ര വലിയ വണ്ടി വാങ്ങണം, ഉള്ള മൊബൈൽ ഫോൺ വിറ്റിട്ട് പുതിയ ഫോൺ വാങ്ങണോ, അതിന്റെ സമയം എത്ര കളയും. അതിൽ ചിലപ്പോ ഓഫർ 1 കോടി പാട്ട് കേൾക്കാന്നായിരിക്കും. എന്നാ പിന്നെ ഞാനത് വാങ്ങേ. 100 സിനിമ അതിലെടുത്തു വെക്കാന്നായിരിക്കും. എന്നാ ഞാനത് കാണേ. ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ
ഓരോ തെറ്റുകൾ കൂടുതൽ ചെയ്യാനുള്ള, നമ്മുടെ സമയം കൂടുതൽ ദുർമാർഗത്തിൽ ചെലവഴിക്കാനുള്ള ചിലപ്പം ഓഫറുകൾ നൽകപ്പെടാൻ. തറവാട്ടിന്ന് അമ്മായി വിളിച്ചിട്ട് പറയും, നിങ്ങളെ മൊബൈലിൽ 9 ഞെക്കിയാല് 15 രൂപ കട്ടാവും, 1000 മെസ്സേജ് നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ സംഭവം ശരിയായിട്ട് 1000 മെസ്സേജ് ഫ്രീ ആണ്. രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ ഫോൺ കോൾ ഫ്രീ ആണ്. ഓ വലിയ ഓഫറാണ്. എന്നിട്ട് നമ്മൾ വാങ്ങും. അടുത്ത 3 ദിവസം സാധു മനസ്സിലാവണില്ല, 1000 മെസ്സേജ് നമ്മൾ തന്നെ എഴുതിണ്ടാക്കി അയക്കണ്ടേ. 3 ദിവസം പണി കിട്ടി നമുക്ക്, ആലോചിക്കണില്ല. എന്ന് രാത്രി ഫോൺ എൻഗേജ് ഇല്ല. കാരണം എന്താ, ഫോൺ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോ നമ്മൾ പോയി വാങ്ങിയതാണ്. ഇത് മുതലാക്കണം. മനുഷ്യന് കുറച്ച് വിശേഷ ബുദ്ധി ചിന്തിക്കാൻ കഴിയണം. തെറ്റുകൾ നമ്മളിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് ആലോചിക്കാൻ കുറച്ച് വിശേഷ ബുദ്ധി നമ്മൾ ചിന്തിക്കാം. ഭക്ഷണത്തിന് അതിന് കുറച്ച് പവർ കിട്ടും. മനുഷ്യന് ബേസിക് ആയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തെറ്റുകൾ നിരന്തരമായി കാണുന്ന, അതിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയാണ്. അള്ളാഹു ഇതാണ്, നമുക്ക് ബദറു ഉഹുദ് ഹന്തക് ഒന്നും തന്നിട്ടില്ല. അള്ളാഹു നൽകിയ ജിഹാദ് ഇതാണ്. ഈ ലോകത്ത് ഈ ടിവികളുടെയും ഈ വാഹനങ്ങളുടെയും ഈ മൊബൈൽ ഫോണിന്റെയും ഈ സകലമാന ഓഫറുകളുടെയും ഈ ലൈംഗിക ചുവയുള്ള പരസ്യങ്ങളുടെയും ചെറിയ 8ാം ക്ലാസ്സിലെ 8 വയസ്സായ കുട്ടിനെ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നാണ് മാതാപിതാക്കൾ ആലോചിക്കുന്നത്. എന്നിട്ട് അവളെ അല്ലെങ്കിൽ അവനെ ഒരു ഇതെടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾ എത്രമാത്രം അട്രാക്റ്റീവാണ് എന്നുള്ളതാണ് ചോദിക്കപ്പെടുക. 4, 7, 5, 6 വയസ്സായ കുട്ടികളിൽ പോലും ലൈംഗികത മണക്കുന്ന ഒരു പുതിയ ലോകത്തിന് മുമ്പിൽ ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും ഇതാ പറഞ്ഞയച്ചിരിക്കുന്നു. ബദർ ഉഹുദ് ഖന്തഖ് നടത്തേണ്ട, ഇതാണ് മുസ്ലിമിന്റെ ജീവിത രീതി. ജീവിക്കാനുള്ള സാഹചര്യം ഇതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നിസ്സാരമായി തെറ്റുകളെ കാണണമെന്ന് നമ്മൾ ആലോചിക്കാൻ കഴിയണം. നമ്മൾ പോകുന്ന വഴികളെ തീരുമാനിക്കണം. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിക്കണം. ഓഫറാണ്, ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട്. ആണും പെണ്ണും ഇപ്പൊ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാലമാണ്. SLC-യിൽ ഫുൾ A+ കിട്ടി, എന്നാ പിന്നെ കുട്ടികൾക്ക് പോയിട്ട് സയൻസ് അല്ലാത്ത എന്തെങ്കിലും തിരഞ്ഞെടുത്താൽ വളരെ മോശമാണ്. ആലോചിക്കാൻ കഴിയണം, എന്തിനാണ് തിരഞ്ഞെടുക്കുക. എയർ ഹോസ്റ്റസ് വലിയ സംഭവമാണ്. നമ്മൾ ആലോചിക്കാൻ, നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. എയർ ഹോസ്റ്റസായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അള്ളാഹ് എന്നാലോചിക്കുമ്പോൾ പറയാണ്, പഠിച്ചവനെ കരയുകയാണ്, ഞാൻ മദ്യം വിളമ്പി കൊടുക്കണമല്ലോ. 5 സ്റ്റാറിൽ ജോലി ചെയ്യുന്ന, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ വന്നിട്ട് കരഞ്ഞ് പറയാണ്, ഭയങ്കര വിഷമാണ്, നിസ്കാരമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ മദ്യം വിളമ്പി കൊടുക്കണം, നല്ല പോർക്കും മാമൊക്കെ വിളമ്പി കൊടുക്കണം. പോർക്കും മാമ പറയും നല്ല പച്ച പന്നിയിറച്ചിയാണ്. 5 സ്റ്റാർ ഹോട്ടലാണ്, വിളമ്പി കൊടുക്കേണ്ട ജോലിയാണ്. മുസ്ലിം ഏത് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ മുസ്ലിമിന് സാധിക്കണം. എവിടേക്ക് പോകണം, കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കണം, യാത്ര ആവശ്യമാണ്. ഒരു സെക്യുലർ ലോകത്തേക്ക് പോവുകയാണ്. ആണും പെണ്ണുമുള്ള ക്യാമ്പസ് ആയിരിക്കാം. 10-30 ആളുകൾ 2-3 വർഷം ഒന്നിച്ച് ജീവിക്കാം. അവരുടെ ഇടയിലുള്ള ബന്ധങ്ങൾ ഏത് രീതിയിലാണ്, ഒന്നുകിൽ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ കോൺഫിഡൻസ് ഉണ്ടാകണം, ഞാൻ എവിടെ പോയാലും ആത്മവിശ്വാസത്തോടെ ജീവിക്കുമെന്ന്. ദുരഭിമാനത്തിന്റെ പേരിൽ എന്റെ മകൻ എന്റെ മകൾ ഇന്നതാ ചെയ്യണമെന്ന് പറയുന്ന പേരിൽ ദീന് വലിച്ചെറിയുന്ന, ദീനിനെ നിസ്സാരമായി കാണുന്ന ഒരു പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതൊന്നും ദീന് നമുക്ക് ആവശ്യമില്ല. വേഷവിധാനത്തിന്റെ കാര്യം എങ്ങനെയാണ് പരമാവധി അട്രാക്റ്റീവായിട്ട് പുറത്തിറക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. പിന്നെ ആളുകൾ കണ്ണുവെക്കും, ആളുകൾ നോക്കും. തെറ്റുകളിലേക്കും തമ്മാടിത്തങ്ങളിലേക്കും മനുഷ്യൻ നീങ്ങിപ്പോകാം, വലിച്ചിഴക്കപ്പെടാം. ചെറിയ ചെറിയ കാര്യങ്ങളെ മനുഷ്യൻ നിസ്സാരമായി കാണുന്നിടത്തു നിന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തുടങ്ങുന്നു. അങ്ങനെ ഒരു ലോകത്തെ ജീവിക്കുമ്പോൾ ഓരോ കാര്യത്തും, ഞാൻ പറഞ്ഞല്ലോ, കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും മനുഷ്യൻ ആലോചിക്കണം. ഇപ്പോ കരിയർ എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊടുക്കും, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇപ്പൊ അതിനും കിട്ടും, ഏതെല്ലാം കോഴ്സുകളുണ്ടെന്നൊക്കെ പറഞ്ഞുതരും. പക്ഷെ മനുഷ്യൻ ആലോചിക്കണം, ഓരോരുത്തർക്കും പറ്റാവുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ എല്ലാവരും ഫുൾ ടൈം ഇരുന്ന് ഖുർആൻ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്നുകിൽ അവനവന് ഹലാലായ ജീവിത രീതി പാലിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിയണം. ദുനിയാവ് പോർക്കും മാമും വിളമ്പിക്കൊടുക്കാനും മദ്യം വിളമ്പിക്കൊടുക്കാനൊക്കെ ലോകത്ത് അല്ലാഹു കുറെ ആൾക്കാർ പറഞ്ഞു. അതിന് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കൊന്നും വേണ്ട, എയർ ഹോസ്റ്റസ് വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ട് നടക്കണ്ട. അതിന് അല്ലാഹു ആളുകളെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. ഒരു കാര്യത്തെ മനുഷ്യൻ എല്ലാറ്റിനെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോയിട്ട് സുജൂദ് ചെയ്ത ഉഷാറായി എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ജനങ്ങളോട് പെരുമാറാനുള്ള സാഹചര്യം പോലും അഖ്ലാഖിനെ നിസ്സാരവൽക്കരിക്കുന്നു മുസ്ലിം. ഇടപഴകാൻ സുഖമുള്ളവനാണ് മുസ്ലിം ഇടപഴകാൻ സുഖമുള്ളവനാകണം. അവന്റെ നല്ല വാക്ക് സ്വതക്കയാണ്, അവന്റെ പെരുമാറ്റം സ്വതക്കയാണ്. എങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്, എങ്ങനെയാണ് മറ്റവനെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. എങ്ങനെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത്, ഹോണടിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ടോ നമ്മൾ ആളുകളെ? നമ്മുടെ വാഹനം ഓടിക്കുന്ന രീതി മുസ്ലിമിന്റേതാണോ?
നമ്മളെങ്ങനെ പെരുമാറാറുള്ളത്? അഖ്ലാഖ് നമ്മൾ പറയുന്നു. മുസ്ലിമിന്റെ അഖ്ലാഖ് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവമാണ്. ക്യാരക്ടർ മേക്സ് എ മുസ്ലിം. ഒരു സ്വഭാവമാണ് മുസ്ലിമിനെ ഉണ്ടാക്കുന്നത്. നിസ്കരിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ വളരെ ചീത്ത പറഞ്ഞു. ഞാൻ ഒരു ടീനേജ് ക്യാമ്പ് പോയപ്പോ 16, 17, 18 വയസ്സുള്ള കുട്ടികളെ ക്യാമ്പ് പോയപ്പോ ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ 6-ാമത്തെ വയസ്സിൽ പള്ളി പോയതാ, പിന്നെ പോയിട്ടില്ല. ഞാൻ എന്താ പള്ളി പോകുമ്പോ അവിടെയുള്ള ഒരു കാക്കാന്റെ രൂപമാണ് മനസ്സിലേക്ക് ഇങ്ങനെ വരിക. അപ്പൊ പള്ളി 6 വയസ്സായ കുട്ടി പള്ളിക്ക് വരുമ്പോ ഹൗദിലൊക്കെ ഒന്ന് കളിക്കും. അപ്പൊ ഓനെ ഹയവാനെന്നും ഇതൊക്കെ വിളിച്ചിട്ട് നമ്മളുണ്ട് ചീത്ത പറഞ്ഞേക്കും. പിന്നെ ഓന് പള്ളി നാലേക്കുമ്പോ കാക്കാന്റെ രൂപം അങ്ങനെ വരും. ആരാണ് ചീത്ത പറയൽ? എല്ലാ വാപ്പ ചീത്ത പറയും, ഉമ്മ ചീത്ത പറയും, ഉസ്താദ് ചീത്ത പറയും, മാഷ് ചീത്ത പറയും. ആരാണ് ചീത്ത പറയൽ ദീനിന്റെ സ്വഭാവമാക്കിയത്? ചീത്ത പറയുക എന്നുള്ളതിനെ എന്തുകൊണ്ട് മനുഷ്യൻ നിസ്സാരമായി കാണുന്നു? 10 വർഷം ഞാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഖിദ്മത്ത് ചെയ്തു. ബാലനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി എന്നോട് ചീത്ത പറഞ്ഞിട്ടില്ല. ദീനിന്റെ കാര്യത്തിൽ ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടുന്നതിന് ഒരു സ്വഭാവമുണ്ട്, രീതിയുണ്ട്, സ്നേഹമാണ് അതിന്റെ അടിത്തറയിലുള്ളത്. ഇവൻ നന്മയിലേക്ക് വരണമെന്ന് നമ്മൾ ദേഷ്യമാണ് തീർക്കുന്നത്. രക്ഷാകർതൃത്വം ദേഷ്യത്തിലാണ്, അധ്യാപനം ദേഷ്യത്തിലാണ്, ഇടപഴക്കം ദേഷ്യത്തിലാകുന്നു. എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം പിടിക്കാൻ. എന്നിട്ട് നമ്മൾ വായു അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. എത്ര ആളുകൾക്ക് ക്ഷമിക്കാൻ കഴിയലുണ്ട്? ഈമാൻ പരിശോധിച്ചു നോക്കണം. ക്ഷമ. ദേഷ്യം പിടിച്ച് നിങ്ങൾ എന്തെല്ലാം സംസാരിച്ചു? നമ്മൾ എന്തെല്ലാം സംസാരിക്കുന്നു ദേഷ്യം പിടിച്ചിട്ട്? ഉമ്മാനോടും ഉപ്പാനോടും കയർത്ത് സംസാരിക്കുന്നു, മക്കളോട്. ഓരോ കുടുംബത്തിലും പൊട്ടലുകളും ചീച്ചലുകളും. ദേഷ്യം പിടിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ഒളു എടുക്കാൻ പറഞ്ഞു. ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞു. വല്ലാണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ സംസാരിക്കുകയും നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ ഓഫർ കൊടുക്കുകയും ചെയ്യരുത്. നിർവഹിക്കാൻ കഴിയില്ല, വിഷമവും വേദനയും ഉണ്ടാകും പിന്നീട് ആലോചിക്കുമ്പോൾ. കാരണം എന്താണ്? ദീനൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ദേഷ്യം പിടിക്കുക എന്ന തെറ്റിനെയും ക്ഷമിക്കുക എന്ന നന്മയെയും മനുഷ്യൻ നിസ്സാരമായി കാണുന്നു. ക്ഷമിക്കാൻ കഴിയുന്നില്ലായിരിക്കും. കളിക്കളത്തിലെ കുട്ടികൾ ദേഷ്യം പിടിച്ചിട്ട് ഉമ്മയും മക്കളും വീട്ടിലും കുടുംബത്തിലും എല്ലാവർക്കും പ്രശ്നം. ജ്യേഷ്ഠനും അഞ്ജനും തമ്മിൽ പ്രശ്നം, ജ്യേഷ്ഠന്റെ ഭാര്യയും അഞ്ജന്റെ ഭാര്യയും തമ്മിൽ പ്രശ്നം. ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ കുഴപ്പമുണ്ടാകുന്നു. സഹിക്കാൻ കഴിയണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ച് ജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. കുടുംബങ്ങളിൽ പ്രയാസം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ വയല് പറയും, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ ഫഇദ അല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. തിന്മയെപ്പോഴും നന്മ കൊണ്ട് പ്രതിരോധിക്കണം. ഇങ്ങോട്ട് തിന്മ ചെയ്യാൻ, എന്നാലും അങ്ങോട്ട് നന്മ ചെയ്യണമെന്ന് നമ്മൾ വയല് പറയും. ആ സ്വഭാവത്തെ നിസ്സാരവൽക്കരിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ അയൽപക്ക ബന്ധം മോശമാകുന്നു? എന്തുകൊണ്ട് അയൽപക്ക ബന്ധം മോശമാകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഞാൻ പകരത്തിന് പകരം ചെയ്യുന്നവനെയല്ല കുടുംബബന്ധം ചേർക്കുന്നവനെന്നും. അയൽപക്ക ബന്ധം ചേർക്കുന്നിടത്ത് പറഞ്ഞു അയൽപക്ക ബന്ധം ചേർക്കുന്നവനെന്ന് പറയുന്നത്. മറിച്ച് ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നു, എന്നാലും അങ്ങോട്ട് നന്മ ചെയ്യാൻ അത്ര നല്ല മുസാഫിനെ നടക്കണ്ടെന്നും നമ്മളെ കൊണ്ടാവണ്ട. അതാണ് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നതിന്റെ പ്രശ്നം. കുടുംബം ഇങ്ങോട്ട് കല്യാണം വിളിച്ചില്ല, അങ്ങോട്ട് പറഞ്ഞില്ല, അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, അങ്ങോട്ട് സഹായിച്ചില്ല, എന്നാ പിന്നെ ഞങ്ങോട്ട് ബന്ധമൊന്നും വേണ്ട. ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തു, നമ്മളെ കുറിച്ച് അവരാണ് മോശമായിട്ട് പറഞ്ഞത്, എന്നാലും നമ്മളങ്ങോട്ട് നന്മ ചെയ്യാം. അത് നമ്മളെ കൊണ്ട. അവിടെയാണ് മുസ്ലിമിന്റെ ജിഹാദ് വരുന്നത്. അവിടെ കഷ്ടപ്പെടാൻ, അവിടെ കുറച്ച് ഈഗോ മാറ്റിവെക്കാൻ അവന് സാധിക്കണം. അങ്ങോട്ട് തിന്മ ചെയ്തവൻ എന്നാലും നമ്മൾ അങ്ങോട്ട് ചെയ്യാം. കാരണം പടച്ചവനെ കണ്ടുമുട്ടേണ്ടത് അയാളാണ്. എന്റെ പടച്ചവനെ ഞാൻ കണ്ടുമുട്ടണം. എല്ലാ കാര്യത്തിലും നമ്മൾ കണക്ക് പറയാം. മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിൽ സംസാരം പോലും മോശമായില്ലേ നമ്മുടെ? وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا. അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന് നാഥൻ വിധി പറഞ്ഞിരിക്കുന്നു. വബിൽവാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ കഴിയണം. എന്താണ് ഇഹ്സാൻ? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ സാധിക്കണം. അതിനാണ് നന്മ എന്ന് പറയുന്നത്. തിരിച്ചൊന്നും അള്ളാഹുവിൽ നിന്നുള്ള നന്മയല്ലാതെ. സ്വാഗത പ്രസംഗത്തിൽ എന്റെ പേര് പറയണ്ട, ആശംസ പറയാൻ സൗകര്യം തരണ്ട, പ്രസിഡന്റോ സെക്രട്ടറി ഒന്നും ആക്കണ്ട. എനിക്ക് പടച്ചോന്നോളം ഒന്ന് ചിന്തിക്കാൻ സാധിക്കണം. ഞാൻ പൈസ കൊടുത്തിട്ട്, ഞാൻ സഹായിച്ചിട്ട്, ഞാൻ കസാല പിടിച്ചിട്ടുണ്ടായിട്ട്, ഞാൻ ആ വിസ കൊടുത്തിട്ട്, ഞാൻ കാർ ഇത് കൊടുത്തിട്ട് എന്നെ സഹായിച്ചില്ല. നോ.
ഇഹ്സാൻ എന്ന് പറയുന്നത് തിരിച്ചു നൽകാൻ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അള്ളാഹുവിൽ നിന്നല്ലാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത നന്മക്കാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഒബിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കൾക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കണം. മാതാവും പിതാവും കൊണ്ട് മോശമായി വരാവും, മാതാപിതാക്കളോട് പടച്ചവൻ ചോദിച്ചോളൂ. മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് മാതാപിതാക്കളെ പടച്ചവൻ ഉപദേശിച്ചിട്ടുണ്ട്. ആ ബന്ധങ്ങളിൽ വളരെ പ്രധാനമാണത്. അത് പടച്ചവൻ മാതാപിതാക്കളോട് ചോദിക്കും. എന്റെ പടച്ചവനോട് ഞാൻ പറയേണ്ടത് ഞാൻ എങ്ങനെ എന്റെ മാതാവിനോടും പിതാവിനോടും പെരുമാറിയെന്നാണ്. വലാത്ത കൊല്ലഹുമ ഉഫിൻ. ചെറിയ കുട്ടി എന്താ കാക്കാതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മോനെ മൊബൈലാണ്. മോൻ ചോദിച്ചാൽ പറയും മോനെ മൊബൈലാണ്, ഇതിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ പിന്നെയും പറയും ഇതില് വീഡിയോ ഒക്കെ കാണാം, ഗെയിമുണ്ട്, നല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, മോനെ നോക്കും. ഒരു ഉമ്മ കൊടുത്തിട്ട് അവനക്ക് ഇത് നോക്കാൻ കൊടുക്കും. പഴഞ്ചനായ വാപ്പ വല്യമ്മ എന്താടോ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ കുറച്ച് മലപ്പുറം സ്ലാങ്ങിൽ പറയുന്നുള്ളൂ, ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്, അത് മൊബൈലാണമ്മ, എന്നാലും ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതൊരു മൊബൈൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്ന് നമ്മളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടായിരുന്നാണ്. അവരോട് കൈചൂണ്ടി സംസാരിക്കരുത്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ സംസാരം മുറിച്ചു കളയരുത്. അവരെക്കാൾ ശബ്ദത്തിൽ സംസാരിച്ചേക്കരുത്. അവരോട് തർക്കിക്കരുത്. മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ നിരന്തരമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തേക്കരുത്. യാത്ര പോകുമ്പോൾ അവരോട് പറയാതെ പോകരുത്. അവരോട് സമ്മതം ചോദിക്കാതെ പോയേക്കരുത്. നിങ്ങളൊരു പുതിയ വിഷയം ചെയ്യുമ്പോൾ മാതാവിനോടും പിതാവിനോടൊന്നും മശ്വറ ചോദിച്ചേക്കണം. അല്ലവരെങ്കിൽ അവരോട് പറയണം. കാരണം അത് മാതാവും പിതാവുമാണ്. മാതാവും പിതാവുമാണ്. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈൻ. 10 മാസം ഗർഭം ചുമന്നു, 2 വർഷം പാല് തന്നു, 3 വർഷം മനുഷ്യന് അതിനു വേണ്ടി തന്നെ കഷ്ടപ്പെടുന്നു. കണക്കുകൾ ഒരുപാടുണ്ട് അവിടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ശിഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഗുരു, ഞാൻ എന്റെ ഉമ്മയുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കി കൊടുക്കാറുണ്ട്, അവരെനിക്ക് ചെയ്തു തന്ന നന്മക്ക് പകരമാകുമോ എന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എങ്ങനെ പകരമാകാൻ? നീ അവർ മരിക്കാൻ വേണ്ടിയാ ചെയ്യുന്നത്. ഇപ്പൊ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നീ ജീവിക്കാൻ വേണ്ടിയാ ചെയ്തത്. നീ ജീവിക്കാൻ വേണ്ടി ചെയ്തു തന്നു. മനുഷ്യന് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. കിടന്നിടത്ത് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്തു. ഞാനും നിങ്ങളുമൊക്കെ അനങ്ങാൻ കഴിയാത്ത ഘട്ടത്തിൽ മലർന്ന് കിടക്കുകയുള്ളൂ. കമഴ്ന്ന് കിടന്നാൽ വീട്ടിൽ ആഘോഷമാണ്. കുട്ടി കമഴ്ന്ന് കിടക്കാൻ തുടങ്ങി, പിടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഒരു പ്രായം വരെ നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയത് മാതാവിന്റെയും പിതാവിന്റെയും മടിയിലാണ്. 3-ാം വയസ്സിലെ റിബൽ ഘട്ടത്തില്, കുട്ടികൾ കുറച്ചുകൂടി അക്രമാസക്തമാകുന്ന ഘട്ടത്തില് മുറ്റത്ത് പോയിട്ട് മൂത്രയിക്കാൻ പറഞ്ഞയച്ചാൽ ഉമ്മ എന്ന് അടുക്കള പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒന്ന് പോയിട്ട് വീട്ടില് അകത്ത് റൂമിൽ വന്നിട്ട് ബെഡിൽ കയറി നിന്ന് മൂത്രമൊഴിക്കും. ഞാൻ നിങ്ങൾ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മ വലിച്ചെറിഞ്ഞിട്ടില്ല. സ്നേഹപൂർവ്വം ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് വലുതായി നമ്മൾ ഒരു നട്ടുച്ചക്ക് 10 ഓവറൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടായി. 4 ഗോളൊക്കെ ഒരു കളിയിൽ അടിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഒക്കെ ഉണ്ടായി. ജിമ്മിലൊക്കെ പോയിട്ട് ശരീരമൊക്കെ ഉരുട്ടി ഫെയർ ആൻഡ് ലെവലൊക്കെ തേച്ചിട്ട് ഉഷാറാക്കി. പിന്നെ മനുഷ്യങ്ങനെ തളക്കും. പിന്നെ ഓടുമ്പോൾ തളരും, നടക്കുമ്പോൾ തളരും, പിന്നെ പിടിച്ചു നടക്കാൻ വടി വേണം, പിന്നെ കിടക്കും. പ്രായം ചെല്ലും തോറും മനുഷ്യനെങ്ങനെ തിരിച്ചു കൊണ്ടുവരും പടച്ചവൻ. ഞാനും നിങ്ങളുമൊക്കെ ചുക്കിച്ചുളിയും. അള്ളാഹു ആയുസ് നൽകുന്നുവെങ്കിൽ കിടക്കും, കിടന്നിടത്ത് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യും. കഴുകിക്കൊടുക്കാൻ മനസ്സുണ്ടോ തന്നെയാണ് മക്കളോട് പടച്ചവൻ ചോദിക്കുന്നത്. എന്നാൽ പോലും ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല മാതാവും പിതാവും ചെയ്ത നന്മയോട്. എന്നിട്ടാണ് ചില മാതാക്കൾ, സമ്പന്ന കുടുംബങ്ങളിലുള്ള മാതാക്കൾ പോലും തൊട്ടടുത്ത വീട്ടിൽ താൻ സഹായിച്ചിരുന്ന തന്റെ കുടുംബം, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള കുടുംബം, തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഘട്ടത്തിൽ സഹായിച്ചിരുന്ന തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് മോളെ കുടിക്കാനും തിന്നാനും വല്ലതുണ്ടോ എന്ന് ചോദിക്കുന്ന മാതാക്കൾ ജീവിക്കുന്ന വീട്ടകങ്ങൾ എത്രയുണ്ടെന്ന് ആലോചിക്കാൻ സാധിക്കണം. വീട്ടിൽ സമയത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, വിഷമാണ്, നല്ല രീതിയിൽ പെരുമാറുന്നില്ല. മോളൊന്ന് വർത്താനം പറയാൻ വന്നതാണ്. കാരണം വീട്ടിലാർക്കും സംസാരിക്കാൻ നേരമില്ല. മോന് നേരമില്ല, മോൾക്ക് നേരമില്ല, മോന്റെ ഭാര്യയ്ക്ക് നേരമില്ല, മക്കൾക്ക് നേരമില്ല. പഴഞ്ചനായി പോവുകയാണ്. കടകളിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന, കടകളിൽ വന്ന് ജീരകസോടയും നേന്ത്രപ്പഴവും കഴിക്കുന്ന പാവപ്പെട്ട ഒരു വൃദ്ധനെ അറിയാം. വൃദ്ധൻ സാമ്പത്തികം കൊണ്ട് പാവപ്പെട്ടവനല്ല, പെരുമാറ്റം കൊണ്ട് പാവപ്പെട്ടവൻ. വീട്ടിൽ നല്ല ആളുണ്ട്, പക്ഷെ കൊടുന്നു കൊടുക്കാൻ ആളില്ല. മനുഷ്യൻ ഓരോരുത്തർക്കും വാർദ്ധക്യ കാലഘട്ടം വരാനുണ്ട്, ആലോചിക്കണം. അതുകൊണ്ടാണ് മനുഷ്യന് സ്വന്തം ഭാര്യനോടും ഭർത്താവും എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നതിലപ്പുറം മാതാവും പിതാവും വളരെ പ്രധാനമാണെന്ന് പറഞ്ഞത്.
ഒന്ന് സംസാരിക്കാനുള്ള മാനസികാവസ്ഥ മനുഷ്യനുണ്ടാകണം. നല്ല കുറെ തിന്നാൻ കൊടുക്കലും കൂടിയല്ല പ്രധാനം, നല്ല രീതിയിൽ പെരുമാറുക, നന്നായി ഒന്ന് സംസാരിക്കുക, ഒന്ന് സമയം കണ്ട. അതിഥി വന്നാൽ ആരെങ്കിലും കാണാമെന്ന മക്കൾ പറയും ഇപ്പൊ ഉണർത്തണ്ടെന്ന് പറയും. ചിലപ്പോൾ ഒന്ന് ഉണർന്നിട്ട് സംസാരിക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ച് കിടക്കുകയായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും വരാനുള്ള സമയമാണ്. അതില് മക്കളും മക്കളെ ഭാര്യമാരും, പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളും പെൺകുട്ടികളെ ഭർത്താക്കന്മാരും ഒരു നല്ല തീരുമാനത്തിലെത്തണം. അത് വിഷയത്തിൽ മാതാവിന്റെയും പിതാവിന്റെയും സന്തോഷത്തിനും അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിലും അത് ഭാര്യയും ഭർത്താവും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാൽ മതി. സ്വാഭാവികമായ മനുഷ്യന്മാർ ജീവിക്കുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അവിടെ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാനാണ് അഖ്ലാഖ് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ ഇടപഴകുന്നിടത്ത് മനുഷ്യൻ നല്ല സ്വഭാവം കാണിച്ച കുഴപ്പമുണ്ടാവില്ല. ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടി നന്നായിട്ട് ഞാൻ ഉഷാറാവാന്ന് തീരുമാനിച്ച് നടക്കൂല. നിങ്ങളോട് ഓരോരുത്തരോടും പെരുമാറാനുള്ള കല ഞാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്റെ ഭാര്യനോട് ഞാൻ പറയണം, ഞാനും നീയും ഉമ്മയും കൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഉമ്മാനെ പരിഗണിക്കാം. എന്റെ ഭാര്യ അത് മനസ്സിലാക്കിയാൽ പിന്നെ കുഴപ്പമില്ല. ഞാനും ഉമ്മയെ നിൽക്കുമ്പോൾ എന്റെ ഉമ്മയെയാണ് നീ ആദ്യം പരിഗണിക്കേണ്ടത് എന്റെ പെണ്ണുങ്ങളോട് ഞാൻ പറയണം. അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതൊരു ഇബാദത്താണ്. ഏറ്റവും ചുരുങ്ങിയത് പ്രായമുള്ളവരെ ബഹുമാനിക്കുക എന്നതുപോലും നിങ്ങൾ ആരുമല്ലാതിരിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കട്ടെ. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീട്ടകങ്ങളിൽ ഓരോരുത്തർക്കും നല്ല പെരുമാറ്റങ്ങൾ ലഭിക്കപ്പെടണം, സ്നേഹം ലഭിക്കപ്പെടണം, പരിഗണനകൾ ലഭിക്കപ്പെടണം. സ്നേഹം വളരുന്ന വീട്ടകങ്ങൾ, കുടുംബകങ്ങൾ നമുക്കുണ്ടാകണം. അവിടേക്ക് ഒരു തെമ്മാടിത്തവും തെറ്റുകളും കടന്നു വരാതിരിക്കാനുള്ള ഒരു ശ്രമം കുടുംബത്തെ ഭദ്രമായി സൂക്ഷിക്കാനുണ്ടാകണം. കുടുംബത്തിന്റെ അകത്ത് നന്മ സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ബഹുമാന്യരായ SKSFന്റെ അജയ്യരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സന്തോഷപൂർവ്വം ഇവിടേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഞാൻ അധികം നീട്ടുന്നില്ല. ഞാൻ പറയുന്നത് കുടുംബകങ്ങൾ, കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട ഇടമാണ്. അവിടേക്ക് പ്രയാസകരമായ സാഹചര്യങ്ങൾ വരാതിരിക്കാൻ ഉമ്മായും ഉപ്പയും മക്കളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായാൽ ലഹരി കടന്നു വരാതെ മകനെ സൂക്ഷിക്കാം. ലഹരിയെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പുതിയ തലമുറ വന്നിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും വിശദമായി സംസാരിക്കാൻ ഇനി സമയമെടുക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ആളുകളെ, ആദ്യത്തെ മദ്യപാനമാണ് ഏറ്റവും വലിയ പ്രശ്നം. ആദ്യത്തെ വ്യഭിചാരമാണ് ബലികേറാമല. ഒന്നാമത്തെ കുപ്പി പൊട്ടിച്ചാൽ പിന്നെ അതിന് വിഷമമുണ്ടാവില്ല. ഒന്നാമത്തെ വ്യഭിചാരം നടന്നു കഴിഞ്ഞാൽ എന്റെ സഹോദരൻ, എന്റെ സഹോദരി, പിന്നെ അതിനോട് പുച്ഛം തോന്നും. പിന്നെ അതൊരു പ്രശ്നമല്ലാതെ മനുഷ്യന് ഫീൽ ചെയ്യും. അതുകൊണ്ട് മറ നശിപ്പിക്കപ്പെടരുത്. ആരെ എവിടെ നിർത്തണമെന്ന് എപ്പോഴും ആലോചന വേണം. പുറത്തു നിർത്തേണ്ടവനെ പുറത്തു നിർത്തണം. സിറ്റ് ഔട്ടിൽ വിളിച്ചിരുത്തേണ്ടവനെ അവിടെ ഇരുത്താൻ പാടുള്ളൂ. ഡൈനിങ് ഹാളിൽ കൊണ്ടുപോകാവുന്നവരെ അവിടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. കിടപ്പറയിൽ കയറ്റേണ്ടവരെ അവിടേക്ക് കയറ്റാൻ പാടുള്ളൂ. പെരുമാറ്റങ്ങളിൽ എല്ലാ കാര്യങ്ങളും ആണ്. വ്യക്തിയെന്ന് മാത്രമല്ല, വസ്തുക്കൾ, ഉപഭോഗ വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരു കൂട്ടമായ ശ്രമമുണ്ടാകണം. എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ വളരെ വെറുതെ രസത്തിന് വേണ്ടി, കമ്പനി കൂടാൻ, വെറുതെ ഒരു രസത്തിന് വേണ്ടി ലഹരിക്ക് അടിമപ്പെടുന്നു. എന്നിട്ട് രക്ഷിതാക്കൾ പെൺമക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ വേദന തോന്നിയ ഒരു രക്ഷിതാവ് പറഞ്ഞത്, സ്വല്പം വെള്ളം കുടിക്കാത്ത കുട്ടികൾ ഉണ്ടാവോ എന്ന് ചോദിക്കുകയാണ് വെറുതെ രക്ഷിതാവ്. സ്വന്തം മകൾക്ക് നല്ല ഭർത്താവിനെ കണ്ടെത്താൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഓരോന്നും വിശദീകരിക്കേണ്ട ഒരു സമയമല്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ചിന്തയിലും വാക്കിലും നടപ്പിലും ഇരുപ്പിലും വസ്ത്രധാരണത്തിലും എല്ലാം നമുക്ക് ഇസ്ലാമുണ്ട്. ഭക്ഷണം കഴിക്കലിലുണ്ട്, മലമൂത്ര വിസർജനത്തിലുണ്ട്, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിലുണ്ട്, അയൽപക്ക ബന്ധത്തിലുണ്ട്, കുടുംബ ബന്ധത്തിലുണ്ട്, മക്കളോട് പെരുമാറുന്നതിലുണ്ട്. ഈ ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതിൽ പോലും നമുക്ക് ഇസ്ലാമുണ്ട്. ആളുകളെ കണ്ടുമുട്ടുന്നതിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്. ഒന്നിനെയും നിസ്സാരവൽക്കരിക്കാതെ നന്മ ചെയ്യാനുള്ള ഇടങ്ങളെ നിരന്തരമായി കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അള്ളാഹ് എന്ന ഒരു ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക. സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തും വാങ്ങാനുള്ള പണമുണ്ടാവുകയും എന്തും എങ്ങനെയും സഞ്ചരിക്കാനുള്ള നല്ല വാഹനമുണ്ടാവുകയും ഏറ്റവും മനോഹരമായ വീടുണ്ടാവലും മാത്രമല്ല, സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു ജീവിക്കലാണ്. വിഷമകരമായ രോഗം വന്നാൽ പോലും മനസ്സിന്റെ അകത്ത് വിഷമമില്ലാതെ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയാണ്.
രാവിലെ കഞ്ഞി കുടിക്കേണ്ടി വന്നാലും മക്കളോട് അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. ദുനിയാവ് അതാണ്. അതിനുള്ള മനസ്സുണ്ടാകലാണ് നല്ലൊരു മുസ്ലിമിന്റെ ജീവിക്കാൻ ആവശ്യം. അതിന് തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടായാൽ മനുഷ്യന് ഈ ഒരു അവസ്ഥയുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, രാത്രി കുപ്പി പൊട്ടിക്കുകയും രാവിലെ സുബൈക്ക് ജമാഅത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന ദീനിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. കുറെ പാവങ്ങളെ സഹായിക്കാനുണ്ടാകാം, കുറെ എത്തീമക്കളെ നോക്കുന്നുണ്ടാകാം, കുറെ ആളുകൾക്ക് സഹായം ചെയ്യണം. പക്ഷെ തെറ്റ് ഒരുപാട് ചെയ്യുന്നുണ്ടാകാം. നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ടാകും. ഒരുപാട് നന്മ ചെയ്യുന്നത് അല്ല പ്രധാനം, അത് ശുദ്ധിയോടെ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആത്മാർത്ഥതയുണ്ടാവുക എന്നുള്ളതാണ്. സാമ്പത്തികമായും ലൈംഗികമായും ആത്മാർത്ഥമായുള്ള ശുദ്ധി ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മൾ ഓരോരുത്തരുമാണ് പാഠമാക്കി കൊടുക്കേണ്ടത്. നമ്മളിൽ നിന്ന്, നമ്മുടെ വാക്കുകളിൽ നിന്നല്ല ദീന് പഠിക്കേണ്ടത്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ്. നമ്മൾ ഒരിക്കലും ഒരു കാര്യവശാലും തെറ്റുകളെ ഒരു നിലക്കും നമ്മുടെ വീടകങ്ങളിലേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കരുത്. അതാണ് മനുഷ്യന് തലമുറകളിലൂടെ കൈമാറാനുള്ള ഏറ്റവും വലിയ സന്ദേശം. മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റജബിന്റെ ബർക്കത്ത്, ഷഅബാന്റെ ബർക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സന്താനങ്ങളിൽ, നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ വീട്ടിൽ അള്ളാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചേകനൂരിൽ നിന്ന് കാന്തപുരത്ത് വന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.